നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. ഛത്തീസ്ഗഡിൽ 2 കന്യാസ്ത്രീകൾക്കെതിരെ നിയമ നടപടിയുണ്ടായ സാഹചര്യത്തിൽ ഒരു വിഷയം വീണ്ടും ചർച്ചയായി വരികയാണ്. മത പരിവർത്തന നിരോധന നിയമം. രാജ്യത്തെ 11 സംസ്ഥാനങ്ങൾ പാസാക്കിയ ഈ നിയമം റദ്ദു ചെയ്യണം, പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് ആർച്ച് ബിഷപ്പ് പാംപ്ലാനി. എന്നാൽ ആ വെള്ളം വാങ്ങിച്ചു വയ്ക്കാനാണ് ഹിന്ദു ഐക്യവേദിയുടെ നേതാവ് ബാബു വ്യക്തമാക്കുന്നത്. അത് ജനാധിപത്യ വിരുദ്ധമാണ് എന്ന് ക്രിസ്ത്യൻ പൗരോഹിത്യം പറയുമ്പോൾ അത് ചൂഷണത്തിനുള്ള ഉപാധിയാണെന്ന് RV ബാബുവിനെ പോലുള്ളവർ ശക്തമായി വാദിക്കുന്നു. ഈ ഘട്ടത്തിലാണ് ന്യൂസ് 18 പൊതുവേദി ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. മത പരിവർത്തന നിരോധന നിയമം നടപ്പിലാക്കണോ അതോ പിൻവലിക്കണോ? എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. എൻ്റെ ആദ്യ കോളർ പത്തനംതിട്ടയിൽ നിന്ന് സി അനിയൻകുട്ടൻ. അനിയൻകുട്ടൻ, താങ്കൾ എന്ത് കരുതുന്നു? ഈ മത പരിവർത്തന നിരോധന നിയമം 11 സംസ്ഥാനങ്ങൾ പാസ്സാക്കിയിരിക്കുന്നു. പലതും ആദ്യഘട്ടത്തിലുള്ളതാണ്, പിന്നീട് ചില അമെൻമെൻറ്റുകൾ വന്നു. ഇപ്പോഴത് വലിയ ചർച്ചാ വിഷയമാകുന്നു. ഇത് ഭരണഘടനയുടെ ലംഘനമാണ് എന്ന് ആർച്ച് ബിഷപ്പ് വ്യക്തമാക്കുമ്പോൾ അനിയൻകുട്ടൻ ആർക്കൊപ്പം നിൽക്കുന്നു? സാറേ നമസ്കാരം. നമസ്കാരം. മത പരിവർത്തന നിയമം 11 സംസ്ഥാനങ്ങളിലൊക്കെ നടപ്പാക്കി. പക്ഷേ ഈ നടപ്പാക്കിയിട്ടും ഇത് ഒരു ലവ് ജിഹാദ് പോലുള്ള പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ ഈ രാജ്യത്ത് നടക്കുന്നുണ്ട്. പക്ഷെ അതിനൊരു ഒരു മുന്നേറ്റം ഇല്ലാത്ത രീതിയിൽ, മുന്നേറ്റമൊക്കെ നമുക്ക് നിങ്ങളുടെ ചാനലെല്ലാം നമ്മുടെ ചാനലെല്ലാം കണ്ടതല്ലേ. ഇത് വെൽപ്പിലേക്ക് തട്ടിക്കൊണ്ട് പോകുന്നു, ഇങ്ങനെ പോകുന്നു, അങ്ങനെ പോകുന്നു. ഇപ്പം ഇതിനകത്ത് വലിയ കാര്യമൊന്നും ആക്കായില്ല. പക്ഷെ ഇപ്പം ഇവിടെ നടന്നത് ഒരു അനാവശ്യമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. പാവങ്ങളെ രക്ഷിക്കാൻ അവരിറങ്ങുന്നുണ്ടെങ്കിൽ അവർ രക്ഷിക്കണം. അതിപ്പം സംഘപരിവാറോ ഇങ്ങനെയുള്ള സംഘടനകളൊക്കെ ഇറങ്ങി അവരെ ഉപദ്രവിക്കുകയും കള്ളക്കേസെടുത്ത് അവരെ കൊടുക്കുകയൊക്കെ ചെയ്ത് അത് വലിയ തെറ്റാണത്. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. പീതാംബരൻ പള്ളൂരത്തിൽ നിന്ന് എന്നോടൊപ്പം ചേർന്നു. ശ്രീ പീതാംബരൻ, ഈ മത പരിവർത്തന നിയമം അല്ലെങ്കിൽ മത പരിവർത്തന നിരോധന നിയമം പിൻവലിക്കണമെന്ന ആർച്ച് ബിഷപ്പിന്റെ ആവശ്യം അതിമോഹമാണ് എന്ന് പറയുകയാണ് RV ബാബു. ശ്രീ പീതാംബരൻ ആർക്കൊപ്പം നിൽക്കും? എനിക്ക് പറയാനുള്ളത്, ഞാൻ ആ കേസിൽ ആ ഒരു അഭിപ്രായത്തിൽ 101% ഞാൻ ആ ഫാദറിന്റെ കൂടെയാണ്. കാരണം ഞാനൊരു ഹിന്ദുവാണ്. 74 വയസ്സുള്ളൊരു ഹിന്ദുവാണ് ഞാൻ. എന്റെ ഇത്രേ കാലത്തെ ജീവിതത്തിൽ ഇവിടെ പല മതങ്ങളും ജാതി തിരിച്ചുള്ള ഓരോ ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ജാതിയിൽ തന്നെ പെട്ടിട്ടുള്ള ആളുകളെ, തീരെ അവശത അനുഭവിക്കുന്ന ആളുകൾക്ക് ഒരു ഉപകാരവും ചെയ്യുന്നില്ല. അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന പിച്ചക്കാശ് പിരിച്ച് തിന്നാനാണ് നോക്കിയിട്ടുള്ളത്. എന്നാൽ നേരെ മറിച്ച് ഈ 2 മതങ്ങളാണ് ഇവിടെ ഏറ്റവും നല്ലത്. ഒന്ന് മുസ്ലിം, ഒന്ന് ക്രിസ്ത്യൻ. സഹായിക്കും, താഴേക്കടയിലുള്ള ആളുകളെ സഹായിക്കും. സഹായിക്കാൻ ഇപ്പൊ മതം നോക്കിയല്ലോ, മതം എല്ലാ വിഭാഗത്തിലെ ആളുകൾ സഹായിക്കുന്നില്ല. ഇല്ല, അത് ഞാൻ പറഞ്ഞുതരാം. അതാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. നമ്മുടെ പ്രാദേശിക തലത്തിൽ തന്നെ എടുത്താൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അല്ല, ഞാൻ ചോദിക്കുന്നത്, ഒരാളെ നമ്മൾ വിളിച്ച് എൻ്റെ മതത്തിലേക്ക് ഒരാൾക്ക് സഹായം ചെയ്യുക എന്നുള്ളത് നല്ല കാര്യമാണ്. അപ്പൊ ഞാൻ അത് സഹായം ചെയ്യുന്നു. പക്ഷെ എൻ്റെ മതത്തിലേക്ക് ചേരണമെന്നൊരു കണ്ടീഷൻ വെക്കുന്നതിൽ എന്തെങ്കിലും അസ്വാഭാവികതയുണ്ടോ? മതം കെട്ടിപ്പിടിച്ചിട്ടിരുന്നാൽ ആഹാരം കഴിക്കുവോ? കുണ്ടരെ പഠിപ്പിക്കാൻ പറ്റുമോ? അപ്പൊ നമുക്ക് കുറച്ച് പൈസ കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ സാമ്പത്തിക നേട്ടം കിട്ടുകയാണെങ്കിൽ, കുറച്ച് ഭക്ഷണം കിട്ടുകയാണെങ്കിൽ മതപരിവർത്തനം ചെയ്യുന്നത് തെറ്റില്ല എന്നാണ് അങ്ങയുടെ അഭിപ്രായം, അല്ലേ? തീർച്ചയായിട്ടും. അത് ഞാൻ പറയാൻ കാരണം, ഞാനൊക്കെ ഈ പൊതുപ്രവർത്തനം നടത്തുന്നവരാണ്, സമുദായ പ്രവർത്തനം നടത്തുന്നവരാണ്. ഈ ഞങ്ങളുടെ നേതാക്കന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്രയും വൃത്തികെട്ട് തന്നെ വേറെ ഇല്ല, പിടിച്ചു തിന്നും. അപ്പൊ അതുകൊണ്ട് അങ്ങോട്ട് പറഞ്ഞതാണ് ഏറ്റവും ശരിയാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് RV ബാബു പറഞ്ഞിട്ടുള്ളത്, RV ബാബുവിന്റെ ആ ജാതിയുടെ മേൽക്കോയ്മയാണ് കാണിക്കുന്നത്. എല്ലാവരും അടിമകളാക്കി വെച്ചിട്ടിരിക്കാൻ. ഇവനെ ഒന്നും നാട്ടിക്ക് നിൽക്കരുത്, ജനം ഒന്നിക്കണം. അപ്പൊ 1967 മുതലാണ് നമ്മുടെ രാജ്യത്ത് മത പരിവർത്തന നിരോധന നിയമങ്ങൾ പല സംസ്ഥാനങ്ങൾ കൊണ്ടുവന്നത്. ഈ ആദിവാസി ഗോത്രവർഗ വിഭാഗത്തിലുള്ള ആളുകളെ
അവരുടെ തനത് സംസ്കാരത്തിൽ നിന്ന് പിടിച്ചു മാറ്റുന്നു, അവരെ ചൂഷണങ്ങൾക്ക് വിധേയമാക്കുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞാണ് ഇത് പലതരം നിയമങ്ങൾ കൊണ്ടുവന്നത്. അപ്പോൾ അതൊക്കെ റദ്ദ് ചെയ്ത് ഭക്ഷണവും പൈസയും തരുന്നവരുടെ കൂടെ പോകുന്നതാണ് നല്ലത് എന്നാണ് താങ്കളുടെ അഭിപ്രായം. ശരി, ദിവാകരൻ തലശ്ശേരിയിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ ദിവാകരൻ, ഇത് ആർ വി ബാബു പറയുന്നു മഹാത്മാഗാന്ധി പോലും മതം മാറ്റം നിരോധിക്കണമെന്ന നിലപാടെടുത്തയാളാണ്. ദാരിദ്ര്യം ഒഴിവാക്കാൻ അപ്പോൾ ഏതെങ്കിലും മതവിഭാഗത്തിൽ ചെന്ന് ഇത് കൈപ്പറ്റുന്നത് തെറ്റല്ല എന്ന് മറ്റൊരു വിഭാഗം വാദിക്കുന്നു. ഇത് ആർക്കും അവരുടെ മതം പ്രചരിപ്പിക്കാനുള്ള ഒരു അവസരമുണ്ട്, അത് ഭരണഘടന നൽകുന്നതാണ് എന്ന് ഒരു വിഭാഗം പറയുന്നു. ശ്രീ അങ്ങ് ദിവാകരൻ, അങ്ങ് ആർക്കൊപ്പം നിൽക്കും? ഞാൻ ഇതിനു മുമ്പിൽ പറഞ്ഞ അയാൾ പറഞ്ഞത് 100% 100 ഓക്കെ ശരിയാ. ഇപ്പം പറഞ്ഞ കോളറില്ല സാറേ, എന്താന്ന് പറഞ്ഞാല് ഞാൻ പറയുന്ന ഈ SSC ST ടൈപ്പ് ഈ കാസ്റ്റിലുള്ള കൂട്ടർ വളരെ പൂർ ആൻഡ് ടയേർഡ് എല്ലാം ഡിസേബിൾ എല്ലാ തരത്തിലുള്ള കഷ്ടത അനുഭവിക്കുന്ന കൂട്ടർ ഈ കന്യാസ്ത്രീകളെ മഠത്തിൽ അവര് പഠിപ്പിച്ച് ഉന്നത PG എടുത്ത് എന്നിട്ട് ജോലിയായി കളക്ടർ വരെയുണ്ട്. അവര് അക്ഷരജ്ഞാനം കൊടുക്കുന്ന കൂട്ടറാണ്. ഞാനും ഒരു ഹിന്ദുവാ, പക്ഷെങ്കിൽ ഈ ക്രിസ്ത്യാനികൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ നല്ലതായിട്ട് ഈ ഇന്ത്യയിലെ, കേരളത്തിലെ, ഇന്ത്യയിലെ മറ്റുള്ളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇപ്പം തന്നെ ആ നിരപരാധിയായ കന്യാസ്ത്രീകൾ എന്ത് മതപരിവർത്തനം എല്ലാ ചാനൽസും നമ്മൾ ചോദിക്കുന്നത് ഈ മതപരിവർത്തനം നിയമം പിൻവലിക്കണമെന്നാണ്. അപ്പൊ അങ്ങ് പറയുന്നത് ആ നിയമം പിൻവലിക്കണം, ആളുകൾ ഇങ്ങനെ സേവനമൊക്കെ ചെയ്യുന്ന ആ മതവിഭാഗത്തിലേക്ക് ആളുകളെ പോകാൻ അനുവദിക്കണം എന്നാണ് അങ്ങ് പറയുന്നത്, അല്ലേ? അതെ സാറേ. അപ്പൊ അത് ഇപ്പോ ഒരാള് അവരുടെ മതത്തിലേക്ക് ആളെ കൂട്ടാൻ എന്നുള്ള ലക്ഷ്യത്തോടു കൂടി പണവും അല്ലെങ്കിൽ മറ്റു സാധനങ്ങളും വിതരണം ചെയ്യുന്നത് തെറ്റില്ല എന്നാണ് അങ്ങ് പറയുന്നത്. സ്മൃതി പരുത്തിക്കാട് പറയാം, അങ്ങനെയാണെങ്കിൽ തന്നെ എന്താ സാറേ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി ഒരു ചോദ്യം കൂടി അങ്ങോട്ട് ചോദിക്കട്ടെ, വെറുതെ എൻ്റെ ഒരു സംശയത്തിന്റെ പുറത്താണ്. അപ്പൊ ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും പലയിടത്തും പൈസയും സാധനങ്ങളും ഒക്കെ കൊടുക്കുന്നുണ്ട്, ആളുകൾ അത് വാങ്ങി വോട്ട് ചെയ്യുന്നതിലും തെറ്റില്ല എന്ന് അങ്ങ് പറയുമോ? അത് വേണ്ട, അത് ഓരോരാളുടെ താല്പര്യം, അതൊരു പൈസ കൊടുത്തിട്ട് അതൊന്നും ആരും ചെയ്യില്ല. വ്യക്തമാണ്, അങ്ങയുടെ അഭിപ്രായം കൃത്യമാണ്. ഉണ്ണികൃഷ്ണൻ പോത്തങ്കോട് നിന്നാണ് എന്നോടൊപ്പം ചേരുന്നത്. ശ്രീ ഉണ്ണികൃഷ്ണൻ, നമസ്കാരം. ഇത് കേട്ട് ചിരിവരുടെ കാര്യം മനുഷ്യ അധപ്പതിച്ചു പോയല്ലോ എന്നാണ് ഞാൻ ഈ മുമ്പ് പറഞ്ഞ 3 പേരുടെ ഇത് കേട്ട് മനുഷ്യർ ഇങ്ങനെ അധപ്പതിച്ചു പോയ. ഇതെന്തോന്ന് ഇവര് ഈ പറയുന്നത്? പൈസയ്ക്ക് വേണ്ടി ഒരുത്തന്റെ ദാരിദ്ര്യം മുതലെടുത്താണ് മതം മാറ്റി കൊണ്ടുപോയി അവനെ കൊണ്ടുപോയിട്ട് അവന്റെ ദാരിദ്ര്യത്തിനാണ് അവര് വില പറയുന്നത്. ഈ വയസ്സായവരാണ് സംസാരിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. എന്നാലും ഒരു മര്യാദ വേണ്ടി സംസാരിക്കണേന്. പൈസ, ഞങ്ങൾക്ക് പൈസ തന്നാലും ആഹാരം തന്നാലും ഞങ്ങൾ മതം മാറി കൂടെ പൊക്കോളാന്ന്. എന്ത് വിവരക്കേടാണ് ഇവർ ഈ വിളിച്ച് പറഞ്ഞ ഈ 3 പേരും? ഒരു മര്യാദ വേണ്ടേ അവർക്ക്? അവരെ സഭയിലെ ആള് കൂട്ടണമെന്നുണ്ടെങ്കിൽ അവർ മറ്റു ആളുകൾ സ്വീകരിക്കണം. അത് സ്വയം എനിക്ക് സ്വയം വേണമെങ്കിൽ ഞാൻ എന്റെ ഇഷ്ടപ്രകാരം എനിക്ക് പോകാം. ഒരാള് എനിക്ക് പൈസ വെച്ച് നീട്ടി എന്നെ പൈസയിൽ സ്വാധീനിച്ചു കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അവരകത്ത് കിടക്കും. അതും അടുത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുത്ത കംപ്ലൈന്റ് ചെയ്താലും മതി, ഞാൻ തന്നെ ചെയ്യണമെന്നില്ല. ഇവരൊക്കെ അവർക്ക് എനിക്ക് തോന്നുന്നു അവരെ അല്പം ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന ആൾക്കാരായിരിക്കും തോന്നുന്നു. ഇനി ഇവരെ അഡ്രസ് തിരക്കി നിങ്ങൾ ചിലപ്പോൾ ആരെങ്കിലും വിളിക്കും, ചിലപ്പോൾ അവിടെ പോകും, അവരെ വീട് തിരക്കി. ഇപ്പൊ മുമ്പ് വിളിച്ച 3 പേരെ തിരക്കി നമ്പറൊന്നും കൊടുക്കരുത് നിങ്ങൾ ഒരു കാരണവശാലും. കാര്യം എന്ന് പറഞ്ഞാൽ അത്ര ധൈര്യമായിട്ടാണ് അവര് പറഞ്ഞത്. ഇനി വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാല് ഇത് മനസ്സാറേ, ഇതെന്ന് പറഞ്ഞാൽ എത്രയോ വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു നിയമമാണ്. അത് ചിലപ്പം ചില സംസ്ഥാനങ്ങളില്, കേരളം പോലുള്ള ചില സംസ്ഥാനങ്ങളിലൊക്കെ ഇതിന് വലിയ വിലയൊന്നും കൽപ്പിക്കാറില്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ 4 വോട്ടിന് വേണ്ടിയുള്ള ഒരു ഒത്തുകളിയാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പൊ ഈ പാമ്പ്ലാനി ഇത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ നിയമം പിൻവലിക്കണമെന്ന് പറയാനുള്ള കാരണം ഒറ്റ ഇതേ ഉള്ളൂ. 2 ഈ BJP ഗവൺമെന്റിനെതിരെ ഈ വിഷയം വന്ന ഉടനെ തന്നെ മറ്റ് ഭാഗത്തു നിന്നുള്ള പ്രതിപക്ഷ കുറെ MLA-മാരും MP-മാരും അവർക്ക് സപ്പോർട്ടായിട്ട് ഈ കാണിക്കുന്ന ഒരു ഏടാകൂടം ഉണ്ട്. ഇവര് വിചാരിച്ചു വെച്ചിരിക്കുന്നത് അവരുടെയുള്ള ആത്മാർത്ഥം കൊണ്ടാണെന്ന്. എത്രയും താമസിച്ച ഈ കന്യാസ്ത്രീമാര്, ഈ അമ്മമാര് അവിടെ നിന്ന് ഇറങ്ങാവൂ എന്നുള്ള പൂജ നടത്തിയിട്ടാണ് ഇവരവിടെ പോയി സമരം ചെയ്യണത്. അല്ലാതെ ഇവർ ഇന്നോ നാളെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവരെ എല്ലാ സംഗതിയും പൊളിയും. ഒരു 5 ദിവസം കൂടെ പോയാൽ അത്രയും അവർക്ക് നേട്ടം കൊയ്യാം. ഇല്ല എന്ന് ഏതെങ്കിലും ഒരു വ്യക്തി പറയട്ടെ, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പറയട്ടെ, അവരെ മനസ്സിൽ മുഴുവൻ
അവരെ ചിന്ത എന്ന് പറഞ്ഞാൽ ഒരു 5 ദിവസമെങ്കിലും 5 ദിവസം കൂടെ കിടക്കണേ പൊന്ന് ഭഗവാനെ, പൊന്ന് യേശു ക്രിസ്തുവെ എന്ന് വിളിച്ചുകൊണ്ടാണ് ഈ കോടതിയുടെ മുമ്പ് പോയി യവന്മാര് ഈ കിടന്ന് നാടകം കളിക്കുന്നത്. അല്ല എന്ന് ഏതെങ്കിലും ഇന്ന് കമ്മ്യൂണിസ്റ്റ് നമ്മൾ ആ വിഷയത്തിൽ കിടക്കുന്നുണ്ട്. ഏതായാലും വ്യക്തമാണ് അങ്ങയുടെ അഭിപ്രായം. സ്റ്റെജിൻ എന്നോടൊപ്പം ചേരുന്നത് കോന്നിയിൽ നിന്നാണ്. സ്റ്റെജിൻ, നമ്മുടെ നാട്ടിൽ ഈ ജാതി വ്യവസ്ഥ വലിയ തോതിലുണ്ടായിരുന്നു. അത് മറികടക്കാനായി പലപ്പോഴും ആളുകൾ മറ്റ് മതവിഭാഗങ്ങളിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അംബേദ്കറിനെ പോലുള്ള ആളുകൾ ഈ ജാതി വ്യവസ്ഥയ്ക്കെതിരെയുള്ള ഒരു പ്രതിഷേധമെന്ന വണ്ണം ബുദ്ധിസത്തിലേക്ക് പോയി. എന്നാൽ ഇന്ന് സാഹചര്യം മാറിയെന്ന് കരുതുന്നവരുണ്ട്. ഈ സ്റ്റെജിൻ എന്ത് കരുതുന്നു? സാറേ, അന്ന് ഇന്നും ഒരുപാട് വ്യത്യാസമുണ്ട്. നമുക്ക് അന്നത്തെ രീതിയിലൊക്കെ ക്രിസ്ത്യാനികൾക്ക് ഒരുപാടായത് അവർക്ക് ആഹാരമൊക്കെ കൊടുത്ത് ക്രിസ്ത്യാനി ആകുന്ന ഒരു ചരിത്രം നമുക്കുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ആളുകൾക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട്, വിവരമുണ്ട്, അതിൽ അധികമായിട്ട് അറിയാൻ പറ്റും, നോളജ് അവർക്ക് ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെ അവർക്ക് ഏതാണ് അവർക്ക് പറ്റുന്ന മതം, അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്ന മതം അവരങ്ങനെ തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകുന്നുണ്ട്. അത് അവർ എനിക്ക് ഏത് മതമാണോ ഞാൻ തീരുമാനിക്കും, സാറല്ല തീരുമാനിക്കുന്നത്. സാറിന്റെ മതം സാറ് തീരുമാനിക്കേണ്ടത്. എനിക്ക് ഇഷ്ടപ്പെട്ട പക്ഷേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ ആളുകളെ ഇങ്ങനെ ഒരു മതത്തിലേക്ക് കൂട്ടി ഞങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിൻ്റെ ലക്ഷ്യം നമുക്ക് ഒരുപക്ഷെ മനസ്സിലാക്കുക, ആ മതം അല്ലെങ്കിൽ ആ ദൈവം അതങ്ങനെ ആവശ്യപ്പെടുന്നു എന്നൊക്കെ വിശ്വസിക്കുന്നുണ്ടാവും. പക്ഷേ അതിനപ്പുറത്തേക്കൊരു രാഷ്ട്രീയം ഇതിലുണ്ടോ? ഇത് ഒരു സമ്മർദ്ദ ശക്തിയാക്കാൻ എണ്ണം കൂടിയാലേ കഴിയൂ എന്ന ബോധം ആണോ ഈ രണ്ടുപേരും ഇത് മാറുന്നവരെയും അത് തടയാനായി പോകുന്നവരും ഒക്കെ അങ്ങനെ ഭയക്കുന്നുണ്ടോ? അല്ല, എന്റെ മതം പ്രചരിപ്പിക്കാനുള്ള അവകാശം എനിക്കുണ്ട്. എന്റെ മതം എന്ത് പറയുന്നു അത് എനിക്ക് പ്രചരിപ്പിക്കാം. നിർബന്ധിച്ച് കയ്യെ പിടിച്ച് കയറ്റാമെന്നുള്ളതല്ല. പക്ഷെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം നോക്കുകയാണെങ്കിൽ ഇതിന്റെ പിന്നാമ്പുറത്ത് തീർച്ചയായിട്ടും ഇലക്ഷൻ ഉണ്ട്. നമുക്കറിയാം കേരളത്തിലെ BJPയുടെ നയമല്ല ഛത്തീസ്ഗഡിലേക്ക് പോയാൽ അവിടെയുള്ള നയമല്ല, കോൺഗ്രസ് നയമല്ല ഇവിടെ. അവർക്ക് എല്ലാവർക്കും പൊതുവായിട്ട് രാഷ്ട്രീയമുള്ള ആളാണ്. ഞാൻ ജീവിക്കുന്നത് ഇപ്പോൾ ദുർഗിനടുത്ത് ബിലായിലാണ് ജീവിക്കുന്നത്. അപ്പൊ നേരിട്ട് കാണാവുന്നതാണ്. ഇവിടുത്തെ BJP അല്ല കേരളത്തിലെ BJP. അപ്പൊ അവരുടെ പിന്നാമ്പുറം തീർച്ചയായിട്ടും ഇലക്ഷനും അതിനുള്ള ജയപരാജയങ്ങളൊക്കെ തന്നെയാണ്. ഏതായാലും സ്റ്റെജിന് വളരെ കൃത്യമായി നിരീക്ഷിക്കുന്ന ഒരാളാണെന്ന് ഞാൻ കരുതുന്നു. സ്റ്റെജിൻ എന്ത് മേഖലയിലാണ് പ്രവർത്തിക്കുന്നത്? ഞാൻ വൈദികനാണ്. ഓ, ഓക്കെ, താങ്ക് യു. അപ്പോൾ ഞാൻ കുറേ കൂടെ ചോദ്യങ്ങൾ ചോദിച്ചേനെ. അപ്പോൾ ഇതിന് പൊതുവേ ഈ അപ്പോൾ ബിഷപ്പ് പാംപ്ലാനി ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഒരു വൈദികൻ എന്ന നിലയിൽ അങ്ങ് ഇതിനെ നോക്കിക്കാണുന്നത് എങ്ങനെയാണ്? ഇത് ഈ മതപരിവർത്തന നിയമം നമുക്ക് റദ്ദാക്കേണ്ടതുണ്ടോ, അതോ അത് ആദിവാസികളുടെ സംരക്ഷണത്തിന് തുടരണമെന്നാണോ അങ്ങ് കരുതുന്നത്? ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ആരും നിർബന്ധിച്ചല്ല ഇവിടെ നമ്മൾ മതം മാറ്റുന്നത്. അവർക്ക് കൂടുതൽ അറിവ് കിട്ടുമ്പോൾ അവർക്ക് നല്ല മതമാണെന്ന് അല്ലെങ്കിൽ വിശ്വസിക്കാൻ പറ്റുന്ന മതമാണ്, മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നും എല്ലാം കാണുമ്പോൾ അവർ അറിവോടെയാണ് അവർ വന്ന് ഇവിടെ ചേരുന്നത്. ആരും നിർബന്ധിച്ചൊരിക്കലും നമ്മൾ ഇവിടെ നീ ചേർന്നേ പറ്റൂ, അതാ നമുക്ക് എന്നാൽ മാത്രമേ പണം തരൂ അല്ലെങ്കിൽ മറ്റ് സമ്പത്ത് തരൂ എന്ന് പറഞ്ഞ് നിർബന്ധിച്ചല്ല. അവിടെ അറിവ് നേടിയിട്ട് അവർ ഇങ്ങോട്ട് വന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഈ മതത്തിൽ ചേരണമെന്ന് പറഞ്ഞ് ചേരുന്ന ആൾക്കാരാണ് കൂടുതലുള്ളത്. എങ്കിൽ പോലും നമുക്ക് നല്ലൊരു പേടിയുണ്ട്. കാരണം ചേർക്കുമ്പോൾ മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒത്തിരി ഒരുപാട് ഉദാഹരണമാണ് ഇത് അടക്കം. അങ്ങനെ ഒരു ഭയം താങ്കൾക്കുണ്ടോ? ഇത് തീർച്ചയായിട്ടും അവിടെ പലപ്പോഴും നമ്മൾ ഈ പോലീസ് സ്റ്റേഷനൊക്കെ ഭരിക്കുന്നത് തന്നെ ഈ BJP നേതാക്കന്മാരും ഈ ബജരംഗൾ പോലെയുള്ള VHP പോലെയുള്ള നേതാക്കന്മാരുടെ ആളാണ് പലപ്പോഴും ഈ സ്റ്റേഷൻ ഭരിക്കുന്നത് തന്നെ. അങ്ങ് പക്ഷെ ഉത്തരേന്ത്യയിലല്ലല്ലോ ഞാൻ ചോദിക്കുന്നത്. കേരളത്തിൽ അങ്ങനെ ഒരു പ്രതിസന്ധി ഇല്ല, ഉത്തരേന്ത്യയിൽ അങ്ങനെ പ്രതിസന്ധി ഉണ്ടെന്ന് അങ്ങ് കരുതുകയാണ് അല്ലേ? തീർച്ചയായിട്ടും ഒരുപാട് ഉദാഹരണങ്ങളുണ്ടല്ലോ സാർ. അല്ല, പക്ഷെ എന്നെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം ഇത് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരുപാട് പണ്ഡിതരായിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെയൊക്കെ സമീപിക്കുന്നതിന് പകരം ഈ ഗോത്ര വിഭാഗത്തിലുള്ള അല്ലെങ്കിൽ ഇത് വളരെ ജീവിതത്തിൻ്റെ അത് പല സാഹചര്യങ്ങൾ കൊണ്ട് പിന്നോക്കം നിൽക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അത്ര കണ്ട് കാര്യങ്ങൾ എളുപ്പത്തിൽ നമ്മുടെ പുറം നാടിൻ്റെ സാഹചര്യങ്ങൾ മനസ്സിലാകാത്ത ആളുകൾ അവരെയൊക്കെ സമീപിക്കുന്നതിനേക്കാൾ ഇപ്പോൾ ISRO ചെയർമാനെയൊക്കെ ഒരു മതപരിവർത്തനം നടത്താൻ ആരും പോകുന്നില്ലല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് അത് അങ്ങനെ സംഭവിക്കുന്നത്? ഈ കാട്ടിനകത്ത് അല്ലെങ്കിൽ വനവാസം അങ്ങനെ ആളുകൾ പെട്ടെന്ന് എത്തിച്ചേരാൻ കഴിയാത്ത ഇങ്ങനെയുള്ള ആളുകളെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകാം. നമ്മൾ മിഷനാണ് പ്രവർത്തിക്കുന്നത്. നമ്മൾ അവിടെ എഡ്യൂക്കേഷനാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ISRO അവിടെയുള്ള സാമ്പത്തികമുള്ള ആളുകളിലേക്ക് നമുക്ക് ഒരുപാട് വിദ്യാഭ്യാസത്തിന്റെ ഫ്രീ എഡ്യൂക്കേഷൻ ഒന്നും കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. കൂടുതൽ കമ്മ്യൂണിക്കേഷൻ കൂടുതൽ കമ്മ്യൂണിക്കേഷൻ വരുന്നത് ആദിവാസി ഗോത്രത്തിലേക്കുള്ള ആൾക്കാരാണ് കൂടുതൽ കമ്മ്യൂണിക്കേഷനൊക്കെ വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ സംസാരിക്കുകയും ഇടപെടുകയൊക്കെ ചെയ്യുന്നത്. ഇപ്പൊ സാമ്പത്തികം അനുസരിച്ച് മാത്രമാണ് ഇപ്പൊ നമുക്ക് പൊക്കോണ്ടിരിക്കുന്നത്. ഓക്കെ, ഏതായാലും വളരെ നന്ദി. ഒരു വൈദികൻ എന്ന നിലയിൽ അങ്ങ് വിളിക്കുകയും അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തത് അത് വളരെ പ്രധാനപ്പെട്ടതുമാണ്. കാരണം ഇതുപോലെ വളരെ സെൻസിറ്റീവായ ഒരു വിഷയത്തിൽ അങ്ങ് ഇത് കൃത്യമായി പറയുമ്പോൾ
അത് എനിക്ക് തോന്നുന്നു അങ്ങ് വളരെ കൂടെ വിശാലമായ കാര്യത്തിൽ കാഴ്ചപ്പാടോടുകൂടി ഇതിനെ സമീപിക്കുന്നത് വ്യക്തമാവുകയും ചെയ്യുകയാണ്. ശ്രീ പ്രസന്നൻ എന്നോട് വളരെ നന്ദി. സ്റ്റേജിൽ പ്രസന്നൻ മാളയിൽ നിന്നാണ് എന്നോടൊപ്പം ചേരുന്നത്. ശ്രീ പ്രസന്നൻ. നമസ്കാരം സാർ. ആ, ഇത് ഒരു വളരെ സങ്കീർണമായ ഒരു പ്രശ്നമാണ്, വിഷയമാണ്. ഈ പല സാഹചര്യത്തിൽ പല സ്ഥലങ്ങളിൽ ഇത് നടക്കുന്നത് പല രൂപത്തിലാണ്. മതപരിവർത്തനം പോലെ ഗർ വാപ്പസി ഉണ്ട് കേട്ടോ. കഴിഞ്ഞ ഇടയ്ക്ക് ഉണ്ട്. ഞാൻ പറയും, ഇപ്പൊ എന്റെ 2-3 അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളൂ. ഒരു അഭിപ്രായമല്ല, ഒരു രീതിയല്ല എന്നർത്ഥം, ഒരു ടേസ്റ്റ് അല്ല. അതായത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുമതം നമുക്ക് നൽകിയ സംഭാവന, ഇപ്പൊ ഒരാൾ ക്രിസ്തുവാണോ ഹിന്ദുവാണോ മുസ്ലിമാണോ എന്നല്ല എന്റെ വിവക്ഷ. ഞാൻ പറയുന്നത് ക്രിസ്തുമതം കേരളത്തിന് നൽകിയ സംഭാവനകൾ, അതായത് അവര് വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു, അതുരാലയങ്ങൾ സ്ഥാപിച്ചു, അതുപോലെ തന്നെ സേവന തൽപരരായ ഈ പ്രസ്ഥാനം കേരളത്തിൽ ഉടനീളം വലുതും ചെറുതുമായ അനേകം സംഭവങ്ങൾ അത് നമ്മളിപ്പോൾ സംസ്കരിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. നമുക്ക് പണ്ട് ഒരു 50 കൊല്ലം 75 കൊല്ലം മുന്നുള്ള അത് നമ്മുടെ നാട്ടിൽ അതുപോലെ സ്ഥാപിക്കാൻ കഴിവും പ്രാപ്തിയും അറിവുമുള്ളവർ താരതമ്യേന ഉണ്ടായിരുന്നില്ല. പൊതുവെ ഇവര് നല്ല ട്രെയിനിങ് കിട്ടിയ വിഭാഗം ഘട്ടം ഘട്ടമായി പല രാജ്യത്തും വന്ന് പല സംഭവങ്ങൾ സ്ഥാപിച്ച് ഈ പാവപ്പെട്ടവരെ സമീപിച്ച് അവർക്ക് വസ്ത്രം കൊടുത്തു, ഭക്ഷണം കൊടുത്തു, വിദ്യാഭ്യാസം കൊടുത്തു, അവരെ ഇതിലേക്ക് ആകർഷിച്ചിട്ടുണ്ട്. അത് കേരളത്തിലെ കാര്യം. പിന്നെ ഈ നിയമം പിൻവലിക്കുക എന്നുള്ളത് ഇനിയിപ്പോ എന്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ അടുത്ത കാലത്തൊന്നും നടക്കാൻ സാധ്യതയില്ല. ഈ മതം മാറ്റ നിരോധന നിയമം പിൻവലിക്കുക എന്നുള്ളത് നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യം. ഒരൊറ്റ പോയിന്റും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് എന്റെ കൂടെ ഒരു ഉഗ്രവാദി ഉണ്ടായിരുന്നു, പഞ്ചാബിലെ ഉഗ്രവാദി. അപ്പൊ അങ്ങനോട് ഞാൻ ചോദിച്ചു, എന്താ ഭാര്യ ഇത് ഇങ്ങനെ ഉഗ്രവാദിയായിട്ട് നടക്കണേന്ന് ചോദിച്ചപ്പോ അവിടുത്തെ അവസ്ഥ, പഞ്ചാബിലെ അവസ്ഥ, അതായത് ഈ വലിയവരെ ചെറിയവരെ പീഡിപ്പിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. എല്ലാ നിലയ്ക്കും നമ്മളൊരു പോലീസ് സ്റ്റേഷനിലായിട്ട് ഒരു കാര്യം ചെന്ന് കഴിഞ്ഞാൽ നമ്മളുടെ കാര്യം നടക്കില്ല. അപ്പൊ അയാൾ എന്നോട് പറഞ്ഞ കാര്യം, എന്റെ കൺമുന്നിൽ വെച്ച് എന്റെ ഭാര്യയെയോ എന്റെ പെങ്ങളെയോ അതായത് വീട്ടിലുള്ളവരെ പീഡിപ്പിക്കുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞാൽ എനിക്ക് നീതി കിട്ടില്ല. ഞാൻ ഉഗ്രവാദികളുടെ അടുത്ത് പോയി പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ബൈ, 24 മണിക്കൂറിനകത്തും നിങ്ങളുടെ മനസ്സ് ശാന്തിയാകുന്ന പ്രവൃത്തി ഉണ്ടാവും. ഇവര് ഈ ഉഗ്രവാദികൾ പോയിട്ട് ആ പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെട്ട വ്യക്തികളെ നല്ലപോലെ ശിക്ഷിക്കും. അതാണ് നമ്മൾ ഈ പത്രത്തിലൊക്കെ അന്ന് വായിക്കാറുള്ള ഈ പോലീസ് സ്റ്റേഷൻ ആക്രമണം, അല്ലെങ്കിൽ ബസ് ആക്രമണം, അതുപോലുള്ള സംഭവങ്ങള്. അതായത് പിന്നെ അപ്പൊ എന്റെ മനസ്സ് ശാന്തിയായി. അപ്പൊ അയാൾ ചോദിക്കണം എന്നോട്, പിന്നെ ഞാൻ ഉഗ്രവാദി ആയിരിക്കും ആരാവണ്ടേന്ന് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ നാട്ടില് ദാരിദ്ര്യം ഈ പല മേഖലകളും നല്ല പോലെ ഉണ്ടായിരുന്നു. അവിടേക്കൊക്കെ കടഞ്ഞു ചെന്ന് ഭക്ഷണം, വസ്ത്രം, വിദ്യാഭ്യാസം ഒക്കെ കൊടുത്തു കഴിഞ്ഞപ്പോ സ്വാഭാവികമായിട്ടും മതപരിവർത്തനം നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട്. അത് നിഷേധിക്കാൻ പറ്റില്ല ആ സംഭവം. വ്യക്തമാണ്. ഏതായാലും വളരെ നന്ദി. താങ്കൾ ഇത് വളരെ എത്രയും വിസ്തരിച്ച് മനസ്സിലാക്കിയെന്ന് അറിഞ്ഞപ്പോൾ തന്നെ എനിക്കത് സന്തോഷമായി. ഓക്കെ, അപ്പോൾ പലരും എന്നോടൊപ്പം യൂട്യൂബിൽ ചേരുന്നുണ്ട്. അപ്പോൾ പൊതുവേദി ഇന്നലെ ഉണ്ടാകാതിരുന്നത് എന്തുകൊണ്ടാണെന്ന്. അപ്പോൾ ഇന്നലെ പൊതുവേദി എടുക്കണമെന്ന് നമ്മൾ വിചാരിച്ചാണ്. അപ്പോഴാണ് ഈ ധർമ്മസ്ഥലയിൽ നിന്ന് പല തെളിവുകൾ വരുന്നത്. മനുഷ്യൻ്റെ കഴുത്തില്ലാത്ത അസ്ഥികൂടവും അതുപോലെ വേറെയും തലയൊട്ടിയൊക്കെ കിട്ടുമ്പോൾ അത് വളരെ ഞെട്ടിക്കുന്ന വാർത്തയായതുകൊണ്ട് ഒരു പക്ഷേ നമ്മൾ അതിൽ തന്നെ കുറേ നേരം അതിൻ്റെ വസ്തുതകൾ ആദ്യം പ്രേക്ഷകർ അറിയട്ടെ. പൊതുവേ നമുക്ക് എല്ലാ ദിവസവും ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് കാണാം എന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, നമസ്കാരം മന്നു എന്ന് ഷിജു കിരിയത്ത് പറയുന്നു. സുഖമാണോ എന്ന് ചോദിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇന്ന് നല്ല അടി നടക്കുമെന്നൊക്കെ ചിലർ പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ. നോക്കാം. സുനിൽ കുമാർ നമസ്കാരം പറയുന്നുണ്ട്. നമസ്കാരം സുനിൽ കുമാർ. നിയമം റദ്ദാക്കേണ്ട ഒരു കാര്യമില്ല, ഇഷ്ടമുള്ളവർക്ക് മാറാം, നിർബന്ധിച്ചും പ്രലോഭിച്ചും മാറ്റുന്നത് കുറ്റകരമെന്ന് സുനിൽകുമാർ പറയുന്നു. ജയകുമാറുണ്ട്, നമസ്കാരം എന്ന് പറയുന്നുണ്ട്. അരുന്ധതി എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. എനിക്ക് എല്ലാ ദിവസവും അത്ഭുതം തോന്നുന്നു. കാരണം എല്ലാ ദിവസവും നമ്മുടെ അരുന്ധതി കോലംപറമ്പത്ത് ഈ പൊതുവേദി വളരെ കൃത്യമായി കയറുകയും ഇത് കാണുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുന്നു എന്നത് അങ്ങേയറ്റത്തെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. പ്ലാവില കാട്ടി ആടിനെ വിളിക്കുന്നത് പോലെ പണം കൊടുത്ത് മാറ്റേണ്ട, അവൻ്റെ ദാരിദ്ര്യം മുതലെടുക്കരുത് എന്ന് സുനിൽകുമാർ പറയുന്നു. ഗർവാപ്പസി കൊണ്ടുവരണം എന്ന് ചിലർ പറയുന്നു. ഓക്കെ, ലൈവ് മാർക്കറ്റാണ് പറയുന്നത്. ഓക്കെ, ഉണ്ണികൃഷ്ണനെ കുറേ പിന്തുണ കിട്ടുന്നുണ്ട് കേട്ടോ. അദ്ദേഹം പറയുന്നത് അത് ശരിയാണ് എന്ന് സുനിൽകുമാർ പറയുന്നു. പിന്നെ അദ്ദേഹത്തിന് എതിർപ്പും ഉണ്ട് കേട്ടോ. ഷിജു പറയുന്നത് ഉണ്ണികൃഷ്ണൻസ് വോയിസ് ഇസ് നോട്ട് കേരളാസ് വോയിസ് ബട്ട് ഓൺലി ഹിസ് പൊളിറ്റിക്കൽ ഐഡിയോളജി എന്ന് പറയുന്നു. അപ്പോൾ
ഷാജിയും പക്ഷേ ഉണ്ണികൃഷ്ണനെതിരാണ്. ഉണ്ണികൃഷ്ണൻ പശുവിൻ്റെ അകിട്ടിൽ നിന്ന് ചോര മതി എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, അവനവൻ്റെ മതം പ്രചരിപ്പിച്ചാൽ പോരെ, എൻ്റെ വീടിനടുത്ത് രണ്ടുപേരെ മാറ്റി ക്രിസ്ത്യനാക്കിയത് എനിക്കറിയാം, മാറിയ ശേഷം നാട്ടിൽ അറിഞ്ഞത്, ഒരാളിപ്പോൾ ജീവിച്ചിരിപ്പില്ല, ഇവിടെയും ഇതൊക്കെ നടക്കുന്നുവെന്ന് സുനിൽ പറയുന്നു. ഓക്കെ, സാമ്രാട്ട് പറയുന്നു മാവോയിസ്റ്റ് ഏരിയ, ഹൗ ദീസ് പീപ്പിൾ എൻറ്ററിങ് മാവോയിസ്റ്റ് ഏരിയ എന്നാണ് ചോദിക്കുന്നത്. അതാണ് സർക്കാരിന് കടന്നു ചെല്ലാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ എങ്ങനെ ആളുകൾ പോകുന്നു എന്നാണ്. അപ്പോൾ അതൊരു സേവന സന്നദ്ധത മനോഭാവം കൊണ്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, സാമ്രാട്ട്. ഹെനൻ ഇന്ന് വീണ്ടും എത്തിയിട്ടുണ്ട്. ഹെനനെ എനിക്ക് വലിയ കാര്യമാണ്, കാരണം എപ്പോഴും എൻ്റെ ആരോഗ്യമൊക്കെ അന്വേഷിക്കും, എനിക്ക് ചില ചുവന്ന ഹൃദയങ്ങളൊക്കെ അയച്ചു തരും. അപ്പോൾ എൻ്റെ ചുവന്ന ഹൃദയങ്ങളും ഞാൻ ഹെനന് നൽകുകയാണ്. മോഹനൻ എസ് പറയുന്നു മനുഷ്യകുലത്തിൻ്റെ പാപങ്ങൾ സ്വയം ഏറ്റെടുത്ത് മുൾക്കിരീടവും കുരിശും സ്വയം വരിച്ച മനുഷ്യപുത്രൻ്റെ മണവാട്ടികൾ ഒരാഴ്ച ജയിലിൽ കിടക്കുമ്പോൾ ഇത്ര ബേജാറാകാൻ നമുക്ക് ആരായാലും ഒരാഴ്ചയല്ല, ഒരു മണിക്കൂർ പോലും ആരെങ്കിലും അത് അനീതിയാണെങ്കിൽ, അതെന്തായാലും അതിൻ്റെ വസ്തുതകൾ വരട്ടെ, പക്ഷേ അനീതിയാണെങ്കിൽ അത് നടക്കാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് രജീഷ് PM പറയുന്നു. അപ്രിഷിയേറ്റ് മനു ഫോർ യുവർ കൺസേൺ ടു ഗീവ് ഇനഫ് ടൈം ടു സ്റ്റെജിൻ ടു റേസ് ഹിസ് വാല്യുബിൾ പോയിൻറ്റ്സ് എന്ന് പറയുന്നു. ഓക്കെ, മിസ്റ്റർ സ്റ്റെജിൻ ഇത് നന്നായി മനസ്സിലാക്കിയ ഒരാളാണ്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം നമ്മൾ കുറേ കൂടി ശ്രദ്ധാപൂർവ്വം കേൾക്കേണ്ടതാണ്. VC തോമസ് പറയുന്നു പാവങ്ങളുടെ കഷ്ടത അനുഭവിക്കുന്ന ജനങ്ങളെ സഹായിക്കാൻ ഒരു മതത്തിൻ്റെയും ലേബൽ വേണ്ട, നല്ല മനസ്സ് മതി എന്ന് പറയുന്നു. ഫ്രാങ്കോ കേസിൽ ഈ ബിഷപ്പുമാരും അച്ഛന്മാരും വിശ്വാസികളും ഒന്നും പ്രതികരിച്ച് കണ്ടില്ലല്ലോ, ഇവിടെ ക്രിസ്ത്യാനികൾ തെരുവിൽ സമരം ചെയ്തപ്പോൾ ഇവരൊക്കെ എവിടെയായി എന്ന് സുനിൽ ചോദിക്കുന്നു. സതി ബാബുരാജ് എന്നോടൊപ്പം ചേർന്നിട്ടുണ്ടോ? കുറേ ദിവസമായി ഞാൻ സതി ബാബുരാജിന് നമസ്കാരം പറഞ്ഞിട്ട്. അപ്പോൾ മനു നമസ്കാരം. ദിസ് ഇസ് പൊളിറ്റിക്കൽ ടെക്നോളജി. ഇൻ ഫ്യൂ ഇയേഴ്സ് ബാക്ക് ക്രിസ്ത്യൻ സിസ്റ്റേഴ്സ് കെയിം വിത്ത് ബൈബിൾ ഇൻ ദെയർ ഹാൻഡ്സ് ആൻഡ് ദേ സെഡ് മൈ റിലിജൻ ഇസ് ബെറ്റർ ദാൻ യുവർ റിലിജൻ, ദിസ് ഇസ് ഡൺ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇത് പരിവർത്തനത്തിൻ്റെ കഥയാണ് പറയുന്നത്. ഓക്കെ, ശ്രീധരൻ പിള്ള എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. വില നിയന്ത്രണവും നടപ്പിൽ വരുത്തേണ്ട സർക്കാർ വെളിച്ചെണ്ണ 500 ml 260 രൂപ, അത് ചർച്ച ചെയ്തില്ലേ എന്നാണ് ചോദിക്കുന്നത്. ശ്രീധരൻ പിള്ള പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യമാണ്. വെളിച്ചെണ്ണ നമുക്കിപ്പോൾ വാങ്ങിക്കാൻ കഴിയില്ല. ഞാൻ ഈ അടുത്തൊരു കാർട്ടൂൺ കണ്ടത്, ഒരു സ്ത്രീ നടന്നു പോകുമ്പോൾ ആ സ്ത്രീ ബൈക്കിൽ വന്ന് ആളുകൾ ഈ മാലയൊക്കെ പൊട്ടിച്ചു കൊണ്ടുപോകുന്നൊരു സാഹചര്യം പണ്ട് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നല്ലോ, എപ്പോഴും ഉണ്ട്. അപ്പോൾ ഈ ബൈക്കിൽ വന്നയാൾ മാല പൊട്ടിക്കുന്നില്ല, മറിച്ച് ഈ സ്ത്രീയുടെ കയ്യിലുണ്ടായിരുന്ന ഒരു കുപ്പി വെളിച്ചെണ്ണ തട്ടിപ്പറിച്ചു കൊണ്ടുപോയി എന്ന് പറയുന്നൊരു കാർട്ടൂൺ ഞാൻ കണ്ടു. അപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് അങ്ങനെ വില കയറുകയാണ്. കേര കർഷകർ ഇതുകൊണ്ട് രക്ഷപ്പെടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതോ ഇത് ഇടനിലക്കാരാണോ ഈ പൈസ എടുക്കുന്നത്, എങ്ങോട്ടാണ് ഇത് പോകുന്നതെന്ന സംശയമുണ്ട്. ഏതായാലും വെളിച്ചെണ്ണയുടെ വില മലയാളിയെ സംബന്ധിച്ചോളം കയറുന്നത് വലിയ പ്രശ്നമാണ്. പലരും പപ്പടം ഒഴിവാക്കുന്നു, പപ്പടമാണ് ഏറ്റവും കൂടുതൽ വെളിച്ചെണ്ണ എടുക്കുന്നതെന്നുള്ളതുകൊണ്ട് ചിലർ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും നമുക്കിത് പെട്ടെന്ന് തീരുമെന്ന് പ്രതീക്ഷിക്കാം. അവന്തിക ബാബു പറയുന്നു മനുസാർ അവതരണം നന്നായിട്ടുണ്ട്. അവന്തിക, എനിക്ക് അത്രയും സന്തോഷം, എനിക്ക് തരുന്ന ഈ ഒരു പിന്തുണ വളരെ വലുതാണ്. ബ്ലെസ്സിൻ സിബി പറയുന്നു എല്ലാം ദൈവം കാണുന്നുണ്ട്, അപ്പോൾ പ്രാർത്ഥിക്കാം, എനിക്കൊരു ചുവന്ന ഹൃദയമുണ്ട്, നമസ്കാരമുണ്ട്. ഓക്കെ, അപ്പോൾ ബ്ലെസ്സിൻ സിബിക്കും എൻ്റെ ചുവന്ന ഹൃദയവും അതുപോലെ തന്നെ നമസ്കാരം. മതങ്ങളെ നിരോധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളതെന്നാണ് മുഹമ്മദ് ആരിഫ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ടോമി പുത്തമ്പുരക്കൽ പറയുന്നു ഇന്ത്യയുടെ ഭരണഘടന അനുശാസിക്കുന്ന മതേതരത്വം അത് പാലിക്കപ്പെടാൻ ഏത് സർക്കാരും പ്രതിജ്ഞാബദ്ധമായിരിക്കണം. ഇഷ്ടമുള്ളവർ മതത്തിൽ വിശ്വസിക്കാനും അത് പ്രചരിപ്പിക്കാനും ഭരണഘടന അനുമതി നൽകുന്നു എന്നാണ് ടോമി പുത്തമ്പുരക്കൽ പറയുന്നത്. അദ്ദേഹം ടെലിഫോണിൽ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ കിട്ടുന്നില്ല എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് ടെലിഫോൺ ജാം ആയതുകൊണ്ടായിരിക്കാം. ഏതായാലും അങ്ങ് വിളിക്കുകയാണെങ്കിൽ നമുക്ക് സംസാരിക്കാം. നമ്മുടെ ഇതയം മുരളിയുണ്ട്. സോറി, ഞാൻ അങ്ങേ കുറച്ച് നേരം ഈ യൂട്യൂബ് കമൻസ് വന്നപ്പോൾ ഞാൻ അതിലേക്കൊന്ന് മുഴുകിപ്പോയി. ശ്രീ ഇതയം മുരളി കേൾക്കാമോ? നമസ്കാരം സാറേ. നമസ്കാരം. അപ്പോൾ ശ്രീ ഇടയം മുരളി ഇത് വളരെ ശ്രദ്ധയോടെ വീക്ഷിച്ച ഒരു കാര്യമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്താണ് ഈ മതപരിവർത്തനം നിരോധനത്തിൻ്റെ ആവശ്യകത ഇല്ല, അല്ലെങ്കിൽ അത് വേണ്ട എന്ന് പറയുമ്പോൾ അത് ഏത് തരത്തിലുള്ള ഒരു പ്രത്യാഘാതത്തിന് വഴിവെക്കും എന്നാണ് ശ്രീ ഇടയം മുരളി കരുതുന്നത്? ഞങ്ങൾ ആദ്യമേ ഈ കന്യാസ്ത്രീകളെ ഛത്തീസ്ഗഡില് കന്യാസ്ത്രീകളെ ഒരു ആരോപണത്തിന്റെ പേരിൽ ജയിലിലടച്ചതില് BJP സർക്കാർ ജയിലിലടച്ചതില് സംസ്ഥാനത്ത് നാഷണൽ ജനതാദളിന് വേണ്ടി പ്രതിഷേധം അറിയിച്ചിട്ട് തുടങ്ങാം. അപ്പോ ഈ മതപരിവർത്തനം നടത്തുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പറയുമ്പോ അതിനകത്ത് ആരും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന മറ്റു ചില കാര്യങ്ങളുണ്ട്. ചില താഴ്ന്ന ജാതിക്കാര്, ഹരിജനങ്ങളിൽപ്പെട്ട പലരും ക്രിസ്ത്യൻ അതായത് പെന്തക്കോസ്ത് സഭയിലേക്കൊക്കെ മാറുന്ന ഒരു സ്വഭാവം കേരളത്തിലെ പല ഭാഗത്തും ഉണ്ട്. കാരണം അറിയാമെന്ന് ഞാൻ കരുതുന്നു. ഏതായാലും കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയുടെ വാദം നടന്നു. പ്രോസിക്യൂഷൻ സാങ്കേതികമായി ഇന്നും എതിർപ്പ് അറിയിച്ചു. അപ്പോൾ വിധി പറയുന്നത് നാളത്തേക്ക് മാറ്റിയിട്ടുണ്ട്.
അപ്പോൾ കേസിൻ്റെ ആദ്യഘട്ടമാണ് ഇത് എന്ന് പ്രോസിക്യൂഷൻ പറയുകയും ചെയ്യുന്നു. അപ്പോൾ കേസ് ഡയറി കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അമിത്ഷാ MP-മാർക്ക് ഒരു ഉറപ്പ് നൽകിയത് ഇത് ഈ പ്രശ്നം വരുമ്പോൾ കോടതിയിൽ സർക്കാർ അഭിഭാഷകർ ഇതിനെ എതിർക്കില്ല എന്നായിരുന്നു. ഏതായാലും ജാമ്യാപേക്ഷയിൽ നാളെ വിധി പറയും എന്നാണ് കോടതി വ്യക്തമാക്കുന്നത്. കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായിരിക്കുന്നു. പ്രോസിക്യൂഷൻ ഉന്നയിച്ചത് സാങ്കേതികമായ ചില എതിർപ്പുകൾ ആണ് എന്ന് വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ട്. കേസ് ആദ്യഘട്ടത്തിൽ എന്ന് മാത്രമാണ് പ്രോസിക്യൂഷൻ വാദം. അതോടൊപ്പം തന്നെ കേസ് ഡയറി കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായി നാളെ ഇതിലൊരു അന്തിമ വിധി ഉണ്ടാകും എന്ന് കരുതുകയാണ്. അതിൽ ഇന്ന് അവർക്ക് മോചനം ആയിട്ടില്ല എന്നാണ് വന്നിരിക്കുന്നത്. അഹമ്മദ് ബാവ എന്നോടൊപ്പം ചേരുന്ന മലപ്പുറത്ത് നിന്നാണ്. ശ്രീ അഹമ്മദ് ബാവ, അഹമ്മദ് ബാബ എവിടെ പോയി എന്ന് ഞാൻ അന്വേഷിക്കുകയായിരുന്നു. കാരണം നമ്മൾ കുറേ ദിവസമായി അഹമ്മദ് ബാബി ഞാൻ സംസാരിച്ചിട്ടല്ലേ? അല്ല, അതിന് മുന്നേ വിളിച്ചിട്ട് കിട്ടിയിരുന്നു. ഇപ്പൊ ഇതിൽ വേറൊരു പ്രശ്നമുണ്ട് സാർ. എന്താ അറിയോ, ഒരു 4:30 വരെ കിട്ടിയില്ലെങ്കിൽ ഞാൻ പിന്നെ പേരക്കുട്ടികളെ സ്കൂളിൽ നിന്ന് കൊണ്ടുവരാൻ പോകും. ഓ, അത് ശരി. അപ്പോൾ കുഞ്ഞുമക്കളെ വിളിക്കാൻ പോകുമ്പോൾ പിന്നെ ഫോൺ കിട്ടാതാവും അല്ലേ? അപ്പൊ പിന്നെ ഫോണായിട്ട് പോയാലും തന്നെ ഇപ്പൊ തന്നെ ഞാൻ പിന്നെ വേറെ നമ്മളെ മകന്റെ ഒരു മോരിന്റെ ഒരു കമ്പനി ഉണ്ട്, അവിടത്തേക്ക് ഇങ്ങനെ നടന്നു പോരുമ്പോ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ തുടങ്ങിയ വിളിക്കലാണ്. അപ്പൊക്കെ ഭാഗ്യത്തിന് കിട്ടിയതാണ്. എനിവേ, നമസ്കാരം. നമസ്കാരം. ഇതിലെ ഈ പരിവർത്തന നിയമം റദ്ദാക്കണമെന്ന് ചോദിച്ചാൽ ഞാൻ അത് റദ്ദാക്കണം എന്ന് അഭിപ്രായമുള്ള ആളാണ്. കാരണം ഓരോരുത്തർക്ക് നാനാത്വത്തിൽ ഏകത്വം എന്നുള്ള ഇന്ത്യയുടെ തത്വസംഹിത. അപ്പോ അത് വെച്ചിട്ട് ഓരോരുത്തരും ഓരോ ഇഷ്ടത്തിലുള്ള മതങ്ങളെ സ്വീകരിക്കട്ടെ, അതിന് ഒരു എതിർപ്പ് പ്രകടിപ്പിക്കണ്ട. പക്ഷെ അതൊരു നിർബന്ധമായിട്ട് വരുന്ന ഒരു പരിവർത്തനത്തിലേക്ക് പോവുകയെന്ന് പറയുമ്പോൾ അത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. അങ്ങനെ അത് മതം ആളുകൾക്ക് മാറുന്നതിനല്ല തടസ്സം. ഇത് അവരെ എന്തെങ്കിലും നൽകി, പ്രത്യേകിച്ച് ഈ ഗോത്ര വിഭാഗത്തിലുള്ള ആളുകൾ, പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ, അങ്ങനെ ഉള്ള ആളുകളെ ഒരു പ്രത്യേക താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ മതം മാറ്റാൻ പ്രേരിപ്പിക്കുന്നതിനെയാണ് കുറ്റകൃത്യം എന്ന് പറയുന്നത്. അത് അവിടുത്തെ ചില പ്രാദേശികമായ സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് വന്നതാണ് എന്ന് ഛത്തീസ്ഗഡ് സർക്കാരിന്, അന്ന് കോൺഗ്രസ് സർക്കാരാണ്, ഏതായാലും അവരങ്ങനെയാണ് അഭിപ്രായപ്പെടുന്നത്. കൊണ്ടുവന്നപ്പോൾ കോൺഗ്രസ് സർക്കാർ തന്നെയാണ്. പക്ഷെ അതിനോട് ഞാനും എതിർപ്പാണ്. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏത് വിധത്തിൽ ഒരാൾ മതം മാറിയാലും പറയുന്നത് ഈ ഒരു ഇത് തന്നെയായിരിക്കുമല്ലോ. പക്ഷെ ഇവിടെ ഛത്തീസ്ഗഡിൽ പോലീസ് ആ കന്യാസ്ത്രീകളുടെ മേലിൽ നടപടി എടുത്തു എന്ന് പറയുമ്പോൾ അതൊരിതില്ല. പക്ഷെ അതിന്റെ ഉള്ളിൽ ഈ ബഹിരംഗ പ്രവർത്തകർക്ക് എന്താണ് അതിനാണ് അധികാരം കൊടുത്തത്? അത് നമ്മൾ ചോദ്യം ചെയ്യപ്പെടണ്ടേ? അവരെ ഇഷ്ടത്തിനല്ലല്ലോ അത്, പോലീസ് നിയമം ഒക്കെ. എനിവേ, ഞാൻ വിചാരിക്കുന്നത് നാളെ എന്തായാലും ആ കന്യാസ്ത്രീകൾ ജാമ്യത്തിൽ ഇറങ്ങും എന്ന് തന്നെയാണ് എന്റെ മനസ്സിലും തോന്നുന്നത്. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അജയൻ എന്നോടൊപ്പം ചേരുന്നത് മാവേലിക്കരയിൽ നിന്നാണ്. ശ്രീ അജയൻ, ഇത് വിശ്വാസികൾക്കെതിരെയുള്ള ഒരു കടന്നുകയറ്റമാണ് ഈ നിയമം എന്ന് പറയുകയാണ് ആർച്ച് ബിഷപ്പ്. പരിവർത്തന നിരോധന നിയമം ഭരണഘടനയുടെ ലംഘനമാണ് എന്ന് അദ്ദേഹം പറയുന്നു. ഒപ്പം ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട് എന്ന് പറയുന്നു. 11 സംസ്ഥാനങ്ങളിലാണ് ഈ മതപരിവർത്തന നിരോധനം നിയമം ഉള്ളത്. അപ്പോൾ ഇത് നിർബന്ധിത മതപരിവർത്തനമാണോ എന്ന് തീരുമാനിക്കുന്നത് സർക്കാരോ കോടതിയോ ഒന്നുമില്ല, അവിടുത്തെ ചില ആളുകളാണ്. അപ്പോൾ ആൾക്കൂട്ട വിചാരണയ്ക്കാണ് ഇത് വിധേയമാകുന്നത് എന്നൊക്കെയാണ് ആർച്ച് ബിഷപ്പ് ജോസഫ് മാർ പാംപ്ലാനി അദ്ദേഹം പറയുന്നത്. അപ്പോൾ ശ്രീ അജയൻ ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? സാർ, എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിപ്പം കുറെ വർഷങ്ങളായിട്ട് നടന്നു വരുന്ന കാര്യങ്ങൾ, ഇത് ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനത്തും ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇത് ഇപ്പൊ ഈ കേരളത്തിൽ ഇതിപ്പോ വലിയ വിഷയമായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കേരളത്തിലെ സാറിനറിയാമല്ലോ, 10 വർഷക്കാലമായിട്ട് അധികാരത്തിൽ ക്രിസ്ത്യൻ വിഭാഗത്തിന് ഇത് ഇല്ലാത്തതുകൊണ്ട് ഉള്ള ഒരു BJPയോട് ചേർന്ന് നിൽക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവര്. പക്ഷെ അവർക്ക്, എനിക്ക് തോന്നുന്നില്ല ഇതൊരിക്കലും മാറാൻ പോകുന്നില്ല ഈ ആക്രമണം. ഇവരെത്ര ചേർന്ന് നിന്നാലും ഈ ആക്രമണം മാറാൻ പോകുന്നില്ല. എനിക്ക് അത്രേ പറയാനുണ്ട്. ഓക്കെ, വ്യക്തമാണ്. ശശിധരൻ വയലാറിൽ നിന്ന് നമുക്കിപ്പം ചേരുന്നു. ശ്രീ ശശിധരൻ, ഇത് നമസ്കാരം. അങ്ങിത് എവിടെ പോയി?
തിരക്കിലായിരുന്നു. എനിക്കെതിരെ ഒരു വിമർശനം വന്നോളെ ഞാൻ നിർത്തിക്കളാം. ഞാൻ പേര് കേൾപ്പിക്കാൻ വേണ്ടിയാണ് നിങ്ങളെ എപ്പോഴും വിളിക്കുന്നതെന്നൊരു കംപ്ലൈന്റ് വന്നു. ഒരു പൊതുരംഗത്ത് നമ്മൾ നിൽക്കുമ്പോൾ പലതരം വിമർശനങ്ങൾ വരും. ഇപ്പം എനിക്കെതിരെ എന്തൊക്കെ വിമർശനങ്ങൾ വരുന്നു. ചിലപ്പോൾ ഇപ്പം എൻ്റെ ഫേസ്ബുക്കിൽ ഞാൻ എൻ്റെ വ്യക്തിപരമായ സൗഹൃദങ്ങൾ പങ്കിടുന്ന ഫോട്ടോകൾക്കടിയിൽ പോലും ചില ആളുകൾ വന്ന് എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട്. പൊതുവേദിയിൽ എൻ്റെ ഇതിനെ എതിർക്കുന്നവരുണ്ട്, അനുകൂലിക്കുന്നവരുണ്ട്. അപ്പോൾ വിമർശനത്തെ നമ്മൾ സ്വാഗതം ചെയ്യുക. അങ്ങനെയൊക്കെ ശ്രീ ശശിധരന് തീരെ ഭയമില്ലാത്ത ഒരാളാണ്. അപ്പോൾ പിന്നെ വിമർശനത്തെ എന്തിനു ഭയക്കണം? അതല്ല മനു, എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക. കാരണം ഞാൻ ആരെയും വ്യക്തിപരമായി ഹരാസ് ചെയ്യാറില്ല. എനിക്കത് ഇഷ്ടമല്ല. ഞാൻ എന്റേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്നത് ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് വരാം. പിന്നെ ഇടയ്ക്ക് ഞാൻ തുടർച്ചയായിട്ടൊക്കെ വിളിക്കുന്നു നോക്കുമ്പോൾ ആൾക്ക് അരോചകമായിട്ട് തോന്നി. നമ്മൾ തമ്മിലുള്ള സൗഹൃദം ചിലർക്ക് ദഹിക്കുന്നില്ല. അങ്ങനെ പല പല മോശം കമന്റുകളും കണ്ടു ഞാൻ. അപ്പൊ എനിക്ക് തന്നെ ഒരു മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ഇന്നത്തെ ആ വെളിച്ചെണ്ണയുടെ കമന്റ് ഞാൻ പ്രകാരം പിടിച്ചിട്ട് കിട്ടാണ്ട് ഞാൻ എഴുതിയ അതെന്റെ യഥാർത്ഥ പേരാണ്. എന്റെ ശശിധരൻ പിള്ള എന്നാണ് എന്റെ പേര്. അതെ, ഞാനാണ് ആ വിഷയത്തെ പറ്റി ഇട്ടത്. കാരണം ഞാൻ ഇന്നലെ സപ്ലൈകോയിൽ പോയപ്പോ ഒരു ദുരനുഭവം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഞാൻ എഴുതിയത്. പക്ഷെ അതല്ല എപ്പോഴും ഇവിടെ വിഷയം അതല്ലല്ലോ നമ്മളിപ്പോ അതേപോലെ പറയുമ്പോഴത്തേക്കും ഇത് മനു, ഞാൻ പറയുന്നത് മതപരിവർത്തനം എന്ന് പറയുന്ന സാധനം എനിക്കൊരു മതത്തിലോട്ട് മറ്റൊരു ഞാൻ മനസ്സിലാക്കിയ കാര്യം പറഞ്ഞു. ഒരു മതത്തിൽ നിന്ന് വേറൊരു മതത്തിലോട്ട് പോകണമെങ്കിൽ എന്റെ പൂർണ്ണമായ മനസ്സുണ്ടെങ്കിലല്ലേ പോകാൻ പറ്റൂ എന്നൊരു സംശയം എനിക്കുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും ശ്രമിച്ച് പ്രലോഭിപ്പിച്ചിട്ട് പോകാത്ത അനുഭവങ്ങളും നമുക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതൊരു വലിയ കേരളത്തെ സംബന്ധിച്ചുള്ള ഇതൊരു വലിയ വിഷയമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരിയല്ലേ? ഇവിടെ അത്ര വലിയ വിഷയം മതപരിവർത്തനത്തിന്റെ കാര്യത്തിൽ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ ചില സമുദായ നേതാക്കന്മാരെ കൊണ്ട് മതസ്പർദ്ധ വളർത്തുന്ന സംഭാഷണങ്ങൾ ഉണ്ടാകുന്നു, സംസാരങ്ങൾ ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ ഇവിടെ വലിയ പ്രശ്നങ്ങളുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ രാഷ്ട്രീയക്കാരാണ് ഈ മതത്തിന്റെ ആയിട്ടുള്ള കൂടുതൽ കുത്തിത്തിരിപ്പുകളൊക്കെ ഉണ്ടാക്കുന്നതെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ എന്നെ ആരെങ്കിലും വല്ലതും പറയുമെന്ന് എനിക്കറിയില്ല. നമ്മളെ ശ്രീ ശശിധരൻ കുറെയൊക്കെ വിമർശനത്തെ നേരിടാനൊക്കെ നമ്മൾ സഹിഷ്ണുതയാണ് വേണം വരൂ. പക്ഷെ നമ്മൾ ആരുടെയും ചെയ്യില്ല. പക്ഷെ നമ്മൾ ഉണ്ടാക്കിയിൽ കൈയിട്ട് കടിക്കാൻ വരിക എന്നുള്ള രീതിയിലുള്ള നമ്മൾ പൊതു ഇതിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ നമ്മൾ പൊതുനിരത്തിൽ അഭിപ്രായം പറയുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായ ആളുകൾ ചില പ്രതികരണം നടത്തും. നമ്മൾ വീട്ടിലിരുന്നാലും അപ്പോഴും ആളുകൾ കുറ്റം പറയും. അതൊക്കെ സമൂഹത്തിന്റെ ഒരു അറിയാലോ. അപ്പൊ വെറുതെ ഇരിക്കുന്നു എന്ന് പറയും. ഇദ്ദേഹത്തിനൊരു ഫോൺ എടുത്താൽ പൊതുവേദിയിലെങ്കിൽ വിളിച്ചൊരു അഭിപ്രായം പറഞ്ഞുകൂടെ എന്ന് ചോദിക്കും. അപ്പോൾ അതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിനോടൊക്കെ നമ്മൾ ചിലതൊക്കെ അങ്ങ് അംഗീകരിക്കുക. അവരും പറയട്ടെ, നമ്മളും പറയട്ടെ. അങ്ങനെ കുറെ ദിവസം മനു ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ ഞാൻ ട്രൈ ചെയ്തപ്പോ മനുവിനെ കിട്ടിയില്ലോ. ഒരു ദിവസം കിരണിനെ കിട്ടിയായിരുന്നു. ഞാനുണ്ടായിരുന്നു. ഞാൻ ചെറിയ അസുഖബാധിതനെ വീട്ടിലേക്ക് പോകേണ്ടി വന്നു. പക്ഷെ എന്തായാലും നിങ്ങളൊക്കെ എന്റെ മനസ്സിലുണ്ട്. അപ്പോൾ ഓക്കെ, ഞാൻ പിന്നെ സുഖമായിരിക്കുന്നു. ശരി, ഓക്കെ, താങ്ക് യു. ഓക്കെ. അപ്പോൾ സതി ബാബുരാജ് എന്നോട് പറയുന്നത് ഈ മനു യു സെഡ് ദാറ്റ് കമൻറ്റ് ഇൻ ദ ടോപ്പിക് ഓഫ് കോക്കനട്ട് എന്ന് പറയുന്നത്. അപ്പോൾ കോക്കനട്ടിനെ കുറിച്ചും ഉള്ള വിലക്കയറ്റത്തെക്കുറിച്ചുള്ള കാര്യമാണ് നമ്മൾ ഇടയ്ക്ക് ചർച്ച ചെയ്തത്. അത് സതി ബാബുരാജ് അത് അനുകൂലിക്കുന്നു. ഓക്കെ, സുബിഷ എന്നോട് പറയുന്നു പട്ടിക വർഗ വിഭാഗത്തിലെ പല കോളനികളും മതപരിവർത്തനം നടത്തുന്നു. പ്രത്യേകിച്ചും അടിച്ചുപിഴ പട്ടികവർഗ ഉന്നതിയിൽ അവരുടെ പാരമ്പര്യ മരുന്നുകൾ പോലും അവർ മറന്നുപോയി എന്നുള്ളതാണ്. അപ്പോൾ അത് സംരക്ഷിക്കാൻ ഇപ്പോൾ പ്രത്യേകിച്ച് ഈ പൈതൃകമായി ഉള്ള മരുന്നുകൾ ഒക്കെ അല്ലെങ്കിൽ പൈതൃകമായ ചില അറിവുകളൊക്കെ അവരുടെ ഭാഗത്തുണ്ടാകും. അത് പഴയ പോലെയല്ല. പ്രത്യേകിച്ച് ഈ മെഡിക്കൽ രംഗത്തൊക്കെ ആകുമ്പോൾ അതിന് ഇനി ക്ലിനിക്കൽ ട്രയലോ അല്ലെങ്കിൽ ശാസ്ത്രീയമായ പരീക്ഷണങ്ങളോ മറ്റ് വിദഗ്ധരുടെയൊക്കെ അഭിപ്രായങ്ങളൊക്കെ അതിന് വേണ്ടി വരും. എന്നാൽ അതൊക്കെ സംരക്ഷിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അപ്പോൾ ഈ അടിച്ചിപ്പുഴ പിന്നെ ഉന്നതിയിൽ വലിയ തോതിൽ മതപരിവർത്തനം നടക്കുന്നു എന്നാണ് സുബിഷ എന്നോട് പറയുന്നത്. ഓക്കെ, അജിൻ എനിക്ക് 5 ചുവന്ന ഹൃദയങ്ങൾ അയച്ചിരിക്കുന്നു, ഒരു തംസപ്പ് അയച്ചിരിക്കുന്നു. അപ്പോൾ അജിൻ്റെ എൻ്റെ 10 ചുവന്ന ഹൃദയങ്ങൾ ഞാൻ അങ്ങോട്ട് നൽകുകയാണ്. ഓക്കെ, സുബിഷ സുന്ദരേഷൻ പറയുന്നു ഈ ഇല്ലായ്മയാണ് പലപ്പോഴും ചൂഷണം ചെയ്യുന്നത്. അത് പല സ്കൂളുകളിലും ഒക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അമിത്ഷായുടെ ഉറപ്പ് പാഴായിപ്പോയല്ലോ എന്നാണ് എന്നോട് ജിയോവ ചോദിക്കുന്നത്. അപ്പോൾ അമിത്ഷാ കഴിഞ്ഞ ദിവസം ഉറപ്പ് നൽകിയിരുന്നു ഇവർ ഇന്ന് സർക്കാർ എതിർക്കില്ലെന്ന്. ഏതായാലും നമുക്ക് നോക്കാം നാളെ എന്ത് സംഭവിക്കുമെന്ന്. അപ്പോൾ ഷാജി കണിയാമ്പറമ്പിൽ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. പിന്നെ മനുവിന് സുഖമാണോ എന്നോട് ചോദിക്കുന്നത്. എനിക്ക് അത് കേൾക്കുമ്പോൾ ഏറ്റവും അധികം സന്തോഷം തന്നെ. ഷാജി, ഞാൻ സുഖമായിരിക്കുന്നു, ഷാജിക്കും കുടുംബത്തിനും സുഖം ആണെന്ന് ഞാനും വിശ്വസിക്കുന്നു. രാജ്മോഹൻ എന്നോട് പറയുന്നത് ആരും ഇല്ലാത്തവർക്ക് ദൈവം തുണ എന്നാണ്
അതാണ് കന്യാസ്ത്രീകൾ ചെയ്യുന്നത്. ഇവർ മുഖാമുഖം ഇന്ത്യക്കോ മറ്റുള്ളവർക്കോ ഒരു ദോഷവും ഇവർ മുഖാന്തരം ഇന്ത്യക്കോ മറ്റുള്ളവർക്കോ ഒരു ദോഷവും ചെയ്തിട്ടില്ല, അത് മനസ്സിലാക്കണം എന്ന് രാജു മോൻ എന്നോട് പറയുന്നു. അപ്പം സ്വാഭാവികമായും അവർ സേവന പ്രവർത്തനങ്ങൾക്കായി ജീവിതം മാറ്റിവെച്ചവരാണ്. അപ്പോൾ അവരൊരു സാങ്കേതികമായി ഇപ്പോൾ ഒരു പ്രശ്നത്തിൽപ്പെട്ടിരിക്കുകയാണ്. അത് കോടതി എന്താണ് അതിൽ വരുന്നത് എന്ന് നോക്കാം. നമുക്ക് സ്വാഭാവികമായി അതിനു വേണ്ടി കാത്തിരിക്കാം. മുഹമ്മദ് പറയുന്നത്, ആരിഫ് എന്നോട് പറയുന്നത്, ഒരാളുടെ സമ്മതത്തോടു കൂടി മതം മാറ്റിയാൽ ആർക്കെങ്കിലും ആണെങ്കിലും അതും നിരോധിക്കണമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ വിധുൻ എനിക്ക് കുറേ കൈയൊക്കെ കാണിക്കുന്നുണ്ട്. ഓക്കെ, വിധുന് ഞാൻ എൻ്റെ കൈ ഇത് ഇന്നത്തെ കാലത്ത് ആരെങ്കിലും നിർബന്ധിച്ച് മതം മാറ്റാൻ സാധിക്കുമോ എന്ന് ടോമി പുത്തമ്പുരയ്ക്കൽ എന്നോട് ചോദിക്കുന്നു. അപ്പോൾ മനുഷ്യർ ചിലപ്പോൾ ദാരിദ്ര്യമൊക്കെ ഇരിക്കുകയാണെങ്കിൽ അവർക്ക് പൈസ കിട്ടുമ്പം അവരേത് മതത്തിലേക്കും പോകാം. ഭീഷണിപ്പെടുത്തി മതം മാറ്റുന്നു എന്ന് പറയുന്നുണ്ട്, ഇപ്പോൾ അഭിപ്രായം മാറ്റുന്നു എന്നൊക്കെ നമ്മൾ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞില്ലേ. അപ്പോൾ സുനിൽകുമാർ പറയുന്നു, ഈ കുറച്ചുനാൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നതിന് നമ്മൾ എന്തിന് മതത്തിൻ്റെ പേരിൽ തമ്മിൽ തല്ലുന്നു എന്നാണ്. ഓക്കെ, അപ്പോൾ എന്നോടൊപ്പം ചേരുന്നത് രാജൻ തൃശ്ശൂരിൽ നിന്നാണ്. ശ്രീ രാജൻ. നമസ്കാരം സാർ. നമസ്കാരം ശ്രീ രാജൻ. ഈ മത പരിവർത്തന നിരോധന നിയമം പിൻവലിക്കണമെന്ന ബിഷപ്പിൻ്റെ ആ ഒരു വെള്ളം അങ്ങ് വാങ്ങിവെച്ചാൽ മതി എന്നാണ് ആർ വി ബാബു പറയുന്നത്. 1967 മുതൽ മതപരിവർത്തന നിയമങ്ങൾ ഓരോ സംസ്ഥാനത്തും അവർ കൊണ്ടുവന്നു, മതം കൊണ്ടുവന്നു. അതുകൊണ്ട് ഗാന്ധിജി പോലും മതം മാറ്റം നിരോധിക്കണമെന്ന് പറഞ്ഞു. ദാരിദ്ര്യം ദൈവത്തിൻ്റെ വരദാനമാണെന്നും അതുവഴി ദരിദ്രരെ ക്രിസ്തുവിൻ്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞുവെന്നും പറഞ്ഞ് മിഷണറീസ് ഓഫ് ചാരിറ്റീസിൻ്റെ സിസ്റ്റർ നിർമ്മലയായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള വാദങ്ങളാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. 2000 ആണ്ടോടെ ലോകത്തെ സുവിശേഷവൽക്കരിക്കാൻ ജോഷുവ 1, ജോഷുവ 2 എന്നിങ്ങനെ പ്രഖ്യാപിച്ച് വിദേശ ഫണ്ടിൻ്റെ സഹായത്തോടെ വൻ മതപരിവർത്തന പദ്ധതികൾ തയ്യാറാക്കിയ അത് വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസ് ആയിരുന്നു എന്നൊക്കെയാണ് ഈ ആരോപണം. ഇതൊക്കെ എന്തെങ്കിലും കഴമ്പുള്ളതാണോ ശ്രീരാജൻ? എനിക്കിതിൽ പറയാനുള്ളത്, ഈ പറയുന്ന ജാതി മത വർഗീയ കോമരങ്ങളോട് നീർത്തലാം എന്നെ പറയാനുള്ളൂ. കാരണം നമ്മള് മനുഷ്യരായിട്ട് കാണണം, മനുഷ്യരുടെ ശൈലിയിൽ മുന്നോട്ട് പോകണം. അതിലിപ്പോ രാഷ്ട്രീയം പറയണ ഇപ്പോ CPM ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, വേറെ ഏത് രാഷ്ട്രീയ കക്ഷി ആയിക്കോട്ടെ, മനുഷ്യന് കേരളത്തിൽ എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്. എന്താ പറയുക, ഇന്ത്യയിലെ കേരളം നമ്പർ 1 എന്ന് പറയുന്നിടത്തായാലും എല്ലാ കാര്യത്തിലും നമ്മൾ ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകണം. അത് വർഗീയത അല്ലെങ്കിൽ ജാതി എന്ന് പറയുന്നത് ആവശ്യഘട്ടങ്ങൾ. ഇപ്പോ ഞാനൊരു ഹിന്ദുവാണ്. എന്താണ് താങ്കളുടെ ജാതി? ഹിന്ദു എന്ത് എന്ന് ചോദ്യം വരും. സ്വാഭാവികമാണ്, ഇത് പഴയ കാലത്തോട്ടുള്ളതാണ്. പക്ഷെ എന്ന് വെച്ചിട്ട് എനിക്കൊരു ക്രിസ്ത്യാനിയോട് എതിർപ്പോ, ഒരു മുസൽമാനോട് എതിർപ്പോ, ഒരു ഹിന്ദുവിനോട് എതിർപ്പോ ഇല്ല. ഇപ്പൊ പൊതുപ്രവർത്തനത്തിൽ തന്നെ ക്രിസ്ത്യനെയും ഹിന്ദുവിനെയും നമ്മളൊരു രക്ഷാപ്രവർത്തനത്തിൽ കൂടി രക്ഷിച്ചിട്ടുണ്ട്. 2-3 ആൾക്കാരെ രക്ഷിച്ചിട്ടുണ്ട്. അവിടെ ജാതി വർഗീയതയുമില്ല. ഇപ്പൊ ഈ ജാതിയും വർഗീയതയും പറഞ്ഞു നടക്കുന്ന ഈ ജാതി രാഷ്ട്രീയ കോമരങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റിയാൽ നിങ്ങൾ ജാതി നോക്കിയിട്ടാണോ നിങ്ങളുടെ രക്ഷാപ്രവർത്തനം നടക്കുക? അപ്പൊ നിങ്ങൾ ഈ വക ചർച്ചകൾ നടത്തുന്നത് പൊതുജനങ്ങൾക്ക് അറിവിലേക്കുള്ളതാണ്. അപ്പൊ ജാതി എന്നുള്ള സാധനം അല്ലെങ്കിൽ വർഗീയത എന്നുള്ള സാധനം അതില് രാഷ്ട്രീയത്തെ തലപ്പത്തിരിക്കുന്നവര് എന്തും പറഞ്ഞോട്ടെ, പക്ഷെ നമ്മൾ കേരളീയര് ജനങ്ങൾക്കൊപ്പം നിൽക്കണം എന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. യെസ്, വ്യക്തമാണ്, താങ്കളുടെ അഭിപ്രായം കൃത്യമാണ്. അപ്പോൾ അനഘ എന്നോട് ഹായ് മനു സാർ ഹൗ ആർ യു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒരു വെളുത്ത ഹൃദയമൊക്കെ അയച്ചു തരുന്നുണ്ട്. ഞാൻ വിചാരിക്കുന്നത് മാവേലിക്കരയിലുള്ള അനഘയാണെന്നാണ്, നമ്മുടെ പൊതുവേദിയുടെ ഒരു സ്ഥിരം പ്രേക്ഷക അനഘയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഹൗ ആർ യു എന്നൊക്കെ ചോദിച്ചാൽ വെളുത്ത ഹൃദയമൊക്കെ കാണുമ്പോൾ എനിക്ക് സംശയം വിദ്യാർത്ഥിയായ അനഘയാണെന്നാണ്. ഓക്കെ, അപ്പോൾ പ്രദീപ് നമുക്കൊപ്പം ചേരുന്നു ബർമുഡയിൽ നിന്ന്. ജെമിനി എനിക്ക് 4 ഹൃദയങ്ങൾ അയച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ 8 ഹൃദയങ്ങൾ ഞാൻ ജെമിനിക്കും അങ്ങോട്ട് നൽകുകയാണ്. ശ്രീ പ്രദീപ് ബർമുഡ ട്രയാങ്കിളിൽ നിന്നാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ശ്രീ പ്രദീപ് ബർമുഡയിലേക്ക് പോയി അവിടെ എത്തിയെന്നൊക്കെ ഞാൻ അറിഞ്ഞു. സന്തോഷം. നമസ്കാരം. അപ്പോൾ പക്ഷേ ബർമുഡ ട്രയാങ്കിളിൽ ഇരിക്കുമ്പോഴും നമ്മുടെ പൊതുവേദിയിൽ പങ്കെടുക്കുന്നതെന്ന് സന്തോഷം തരുന്നു. ഈ തർക്കവും വാദപ്രതിവാദങ്ങളും ഒക്കെ അവിടെ എത്തുന്നുണ്ടോ? ഇവിടെ ഒന്നും അത് എത്താറില്ല മിസ്റ്റർ മനു. ഫസ്റ്റ് നമസ്കാരം മിസ്റ്റർ മനു. ഈ തേങ്ങയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ വിഴിഞ്ഞത്ത് എനിക്ക് ഇച്ചിരി ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ലാൻഡ് അവിടെ വലിയ എന്തോ ഒരു ബിസിനസ് പ്ലാൻ ഉണ്ടെന്നും. അതെ അതെ വരുന്ന ഘട്ടത്തിൽ അതിലേതാണ്ട് ഒരു 100-150 തെങ്ങുണ്ട്. അപ്പൊ ഞാൻ ഇത്തവണ വെക്കേഷൻ വന്നപ്പോ തെങ്ങിൽ നോക്കിയപ്പോ ഒറ്റ തേങ്ങയില്ല. ഏതാണ്ട് 10,000-8,000 തേങ്ങ കിട്ടുന്ന സ്ഥലമാണ്. കാരണം അപ്പൊ അങ്ങ് ഇത്തവണ കരുതിയത് നമുക്ക് ഒരു പ്രവാസ അവിടെ നിന്ന് കിട്ടുന്ന ശമ്പളത്തെക്കാൾ തേങ്ങ കിട്ടിയെ കൊണ്ട് ലാഭം എന്നൊക്കെ കരുതി വിചാരിച്ചായിരിക്കും. ഒരു തേങ്ങയും കിട്ടിയില്ല അല്ലേ?
ഒരു തേങ്ങയല്ല വരൂ. ഞാൻ എന്റെ കസിൻസിനൊക്കെ കുറച്ച് കരിക്കടത്ത് കൊടുക്കാന്ന് പറഞ്ഞാൽ വിളിച്ച ലാൻഡിൽ പോയത്. അവിടെ ചെന്ന് നോക്കിയപ്പോൾ കരിക്കോലും ഇല്ല. തേങ്ങാക്കള്ളന്മാർ. അപ്പൊ ഈ കാർട്ടൂണിൽ ഞാൻ നേരത്തെ കണ്ട ഈ മാലയ്ക്ക് പകരം വെളിച്ചെണ്ണ വലിച്ചു തട്ടിക്കൊണ്ടുപോകുന്ന ആളുകളുടെ കാർട്ടൂൺ ഇത് ശരിയാണ്. അപ്പൊ മോഷണം അതേപോലെ മറ്റൊരു സ്ഥലത്ത് ഞാൻ കണ്ടു വാർത്ത. അവിടെ തേങ്ങയെല്ലാം ആളുകൾ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നതുകൊണ്ട് അവിടെ ഒരു സുരക്ഷാ സമിതിയൊക്കെ ഉണ്ടാക്കി കേരളത്തിൽ ഈ തേങ്ങ സംരക്ഷിക്കാൻ. ആൾക്കാർ കുറ്റം പറയാൻ പറ്റില്ല മനു, കാരണം ഒരുപാട് ദാരിദ്ര്യത്തിന്റെ കീഴിൽ ആൾക്കാരായിപ്പോയി. അവരൊക്കെ ഞാൻ പിന്നെ പരാതി കൊടുക്കാനൊന്നും പോയില്ല, ആയിക്കോട്ടെ. പിന്നെ ഇതിലോട്ട് വന്നു കഴിഞ്ഞാല് ഒരു സംശയം ഞാൻ ചോദിച്ചോട്ടെ. ഞാൻ ഒരു ക്രിസ്ത്യൻ ഫാമിലിയിൽ, ഒരു ബോർൺ ക്രിസ്ത്യൻ ഫാമിലിയാണ്. പിന്നെ ഞങ്ങൾ ട്രിവാൻഡ്രത്തുകാർക്കൊക്കെ പേര് ഹിന്ദു പേരൊക്കെ ഇടാം, അറിയാൻ തോന്നുന്നു. എനിവേ, അപ്പൊ ഇനി പേര് പ്രദീപ് എന്ന് കേട്ടോണ്ട് ചിലപ്പോൾ ഹിന്ദു ക്രിസ്ത്യൻ ആണെന്നൊരു സംശയം തോന്നും. ഞാൻ എന്റെ കുട്ടികളെ വളർത്തിയതൊന്നും ഹിന്ദുവായിട്ടോ ക്രിസ്ത്യാനിയായിട്ടോ മുസ്ലിമായിട്ടോ ഒന്നുമല്ല. അവരെ 18 വയസ്സ് വരെ പള്ളിയിൽ വിട്ടിട്ടില്ല. അവർക്ക് 18 വയസ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏത് മതം വേണോ നിങ്ങൾക്ക് സ്വീകരിക്കാം. അതവിടെ നിന്നോട്ടെ. മിസ്റ്റർ മനു, വിദേശ രാജ്യങ്ങളില്, വിവരമുള്ള രാജ്യങ്ങളില്, ഫോർവേഡ് ആയിട്ടുള്ള ഒരു രാജ്യങ്ങളിലും കുട്ടികൾക്ക് 18 വയസ്സാവുന്നതുവരെ മതപഠനം അവർ നിരോധിച്ചിട്ടുണ്ട് പൊതുവെ. ഇവിടുത്തെ കാത്തലിക്, ഞാൻ ഈ പല സ്ഥലങ്ങളിലും കാത്തലിക് ചർച്ചിലൊക്കെ പോയി കണ്ടിട്ടുണ്ട്. അവിടെ സത്യം പറഞ്ഞാൽ ആളില്ല, അറിയോ. പിന്നെ നമ്മുടെ നാട്ടില് ഒരു കാലത്ത് ക്രിസ്ത്യൻ സഭകളും ക്രിസ്ത്യൻ കന്യാസ്ത്രീമാരും എല്ലാവരും ഒത്തിരി സേവനം ചെയ്തിട്ടുണ്ട് ഒരു കാലത്ത്. പക്ഷെ ഞാൻ ഇപ്പൊ ഒന്ന് ചോദിച്ചോട്ടെ, ഇതിൽ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അവർ തന്നെ സ്വയം ഒന്ന് വിമർശിച്ച് നോക്കൂ. ഇന്ന് ക്രിസ്ത്യൻ കോളേജ്, ക്രിസ്ത്യൻ സ്കൂള്, ക്രിസ്ത്യൻ ഹോസ്പിറ്റല്, നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു ഹൈ ഡൊണേഷൻ ഇല്ലാതെ, അല്ലെങ്കിൽ ഏറ്റവും കൂടിയ മറ്റുള്ള ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിലുള്ളേക്കാളും ഒരിരട്ടി പൈസ ഇല്ലാതെ നിങ്ങൾക്ക് അവിടെ ചികിത്സിക്കാൻ പറ്റുമോ? ഇവരാരെങ്കിലും ഒരു സേവനം നിങ്ങൾക്ക് കൊടുക്കുന്നുണ്ടോ? പിന്നെ അതുപോട്ടെ, 18% പേര് ഇപ്പോഴും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ് കേരളത്തിലുള്ളത്. എന്തുകൊണ്ട് ഇവരാരും കേരളത്തിലുള്ളവരെ സഹായിക്കുന്നില്ല? നിങ്ങൾക്ക് സേവനമാണെങ്കിൽ കേരളത്തിലുള്ളവരെയും സഹായിക്കൂ, അവരും സഹായിക്കട്ടെ. അവരെ സഹായിച്ച സമൂഹത്തിന്റെ ഉന്നതിയിലേക്ക് കൊണ്ടുവരൂ. ഒരു കാര്യം കൂടെ അതിദരിദ്രരെ തേടി പോകുന്നു. അതാണ് ഇപ്പൊ ആദിവാസി വിഭാഗം. ഛത്തീസ്ഗഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, അവിടെ സർക്കാരിന് പോലും കടന്നു ചെല്ലാൻ പറ്റില്ല. ആധാർ കാർഡില്ല, റേഷൻ കാർഡില്ല, കൃഷിയില്ല, ഒന്നുമില്ല. മനുഷ്യരിപ്പോഴും വളരെയധികം ഇപ്പോൾ ഖനികളിൽ അവിടെ ഇവിടെ എല്ലാം കഷ്ടപ്പാടും പണികളുമായി നടക്കുന്ന മനുഷ്യർക്കിടയിലേക്ക് ഇപ്പോൾ ആളുകൾ പോകുന്നതുകൊണ്ട് തെറ്റുണ്ടോ? അതിൽ തെറ്റ് പറയുന്നില്ല. ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിൽ തന്നെ ആദ്യം ഉണ്ട്. പിന്നെ അതുപോട്ടെ, താങ്കൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ നമ്മുടെ ഈ സച്ചാർ കമ്മീഷൻ അനുസരിച്ച് മുസ്ലിങ്ങളാണ് ഏറ്റവും കൂടുതൽ ദാരിദ്ര്യരേഖയ്ക്ക് ആരെങ്കിലും ഏതെങ്കിലും മുസ്ലിങ്ങളെ പോയി കൺവേർട്ട് ചെയ്യണങ്ങളെ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടുമില്ല. ശരി, അതവിടെ ഇരുന്നോട്ടെ. ഇപ്പൊ നോർത്ത് ഇന്ത്യയിൽ ഇവർ പോയി അവിടുത്തെ കുട്ടികളെ കൊണ്ടുവരുന്നു എന്ന് പറയണം. നമ്മുടെ കേരളത്തിലും അത് സംബന്ധമായ വിഷയങ്ങൾ ഈ ഇടയിൽ ചർച്ചയിലും കണ്ടു. അത് നേരത്തെ ഉണ്ടായിരുന്നതാണ്. ഇപ്പോ ഈ അവിടെ നിന്ന് കൊണ്ടുവരുന്ന കുട്ടികളെ ഇവരെന്ത് ചെയ്യുന്നു എന്ന് താങ്കൾക്ക് അറിയാമോ? ഞാൻ പറഞ്ഞുതരാം, എനിക്കറിയാന്നുള്ള പറഞ്ഞുതരാം. ഇവിടുത്തെ പല കോളേജ്, പല ഹോസ്പിറ്റല്, മഠങ്ങള്, ഇവിടങ്ങളിൽ അവർ കൊണ്ടുവന്ന് നിർത്തുന്നത് സത്യത്തിൽ പറഞ്ഞാൽ അടുക്കള ജോലി, പൂന്തോട്ടം, അതായത് ആ തോട്ടത്തിൽ നനപ്പ്, സെക്യൂരിറ്റി, ഈ പണിക്ക് നിൽക്കുന്ന ഞാൻ ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട്. വേണമെങ്കിൽ അതിന്റെ ഡീറ്റെയിൽ ഞാൻ വാട്സാപ്പിൽ അയച്ചു തരാം. അത്തരം അവരെ കൊണ്ടുവരുന്നത് പോലും അവരുടെ ഉന്നമനത്തിന് വേണ്ടിയല്ല. 100-300 രൂപ ആയിരിക്കും അവർ കിട്ടുന്നത്, എനിക്ക് അറിയത്തില്ല. പക്ഷെ എന്തായാലും അതൊന്നും ശരിയല്ല. ഒരു തരം യൂസ് ചെയ്യുന്നു. ഒരു പരിഷ്കൃത സമൂഹത്തില് മതം മാറ്റുക, അല്ലെങ്കിൽ ദാരിദ്ര്യം മുതലെടുക്കുക, ഇതൊന്നും നല്ലതല്ല. എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഞാൻ പറയുന്നു, ഒരു കാരണവശാലും മതപരിവർത്തനം നടത്താനും പാടില്ല. അതുപോലെ തന്നെ മതങ്ങൾ വളരുന്നതേ എനിക്കിഷ്ടമില്ല. ഞാനൊരു മതത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയല്ല. ഇപ്പം ഹലോ, കേൾക്കുന്നു. അതിനൊപ്പം തന്നെ കഴിയുമെങ്കിൽ ഗവൺമെന്റുകൾ 18 വയസ്സ് വരെ ഒരു കുട്ടികളെ മതം പഠിപ്പിക്കരുത്. ഈ മതമാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാരെ കൊന്നിട്ടുള്ളത്, ഇപ്പം കൊന്നുകൊണ്ടിരിക്കുന്നത്. മതത്തിന്റെ പേരിൽ മാത്രമാണ് ജനങ്ങൾ ഏറ്റവും കൂടുതൽ മരിക്കുന്നത്. ഇന്ന് ലോകരാജ്യങ്ങൾ അടിക്കുന്നത് പോലും മതത്തിന്റെ പേരിലാണ്. അതുകൊണ്ട് മതമില്ലാത്തൊരു രാജ്യം ഉണ്ടാവുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും വലിയ സ്വർഗം. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഞാൻ നേരത്തെ നമ്മുടെ അനഘ എനിക്ക് കമൻറ്റ് ഇട്ടപ്പോൾ ഞാൻ ചോദിച്ചു, അനഘ നമ്മുടെ പൊതുവേദിയുടെ ഒരു സ്ഥിരം പ്രേക്ഷകയും മാവേലിക്കരയിൽ നിന്ന് വിളിക്കുന്ന അനഘയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അതെ സാർ, ഹാപ്പി ടു സീ യു എന്ന് പറഞ്ഞ് എനിക്ക് വീണ്ടും ഒരു പിങ്ക് ഹൃദയമാണ് ഇത്തവണ അയച്ചിരിക്കുന്നത്. അപ്പോൾ ഹാപ്പി ടു സീ യു, ടേക്ക് കെയർ ഓൾവേസ് എന്ന് പറഞ്ഞു വീണ്ടും എനിക്കൊരു വെള്ള ഹൃദയം അയച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു അനഘ. അപ്പോൾ അനഘയുടെ പഠിത്തമൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അനഘ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്, ഇംഗ്ലീഷാണ് പഠിച്ചതെന്നൊക്കെ എന്നോട് അന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് നല്ലൊരു ഇംഗ്ലീഷ് അധ്യാപികയെ ഭാവിയിൽ കിട്ടും എന്നൊരു പ്രതീക്ഷയിലാണ് ഞാൻ ഇരിക്കുന്നത്. ഒപ്പം പൊതുവേദിക്ക് എല്ലാ കാലത്തും നമുക്കൊരു ശക്തമായ ഒരു പ്രേക്ഷകയും, കാരണം യുവാക്കൾ ഈ കാര്യങ്ങൾ പലതും ചർച്ച ചെയ്യുമ്പോൾ അതൊരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ എന്നോട് പ്രദീപിന് പിന്തുണ ആയിട്ട് സുനിൽകുമാർ വന്നിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ ശശിധരൻ വയലാറാണ്, ശശിധരൻ പിള്ള എന്ന പേരിൽ എനിക്ക് കമൻറ്റ് അയച്ചിരിക്കും. സന്തോഷമായി എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, സന്തോഷമായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കമൻറ്റ് കാരണം തേങ്ങയിലേക്കും എണ്ണയിലേക്കും കൂടി ചർച്ച തിരിഞ്ഞു എന്നാണ്. ഓക്കെ, അപ്പോൾ തേങ്ങ എണ്ണയും വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ കാലത്ത്. ഓക്കെ, അപ്പോൾ ജിംനി എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഈസ് ദിസ് വാട്ട് വി നീഡ് എന്ന് അവർ ചോദിക്കുന്നു. ഓക്കെ, സിദ്ദിഖ് എന്നോട് പറയുന്നത് കന്യാസ്ത്രീകൾക്കെതിരെ ഹ്യൂമൻ ട്രാഫിക്കിങ്ങിന് കേസെടുത്തത് വളരെ പ്രതിഷേധാർഹം. ഇത് കേരളത്തിൽ BJPക്ക് തിരിച്ചടിയാകും എന്ന മുന്നറിയിപ്പാണ് സിദ്ദിഖ് നൽകുന്നത്. ഏതായാലും അത് എനിക്ക് തോന്നുന്നു ആ തിരിച്ചടി വരാതിരിക്കാനുള്ള തീവ്ര ശ്രമം BJP അധ്യക്ഷൻ്റെ ഭാഗത്തുണ്ട്. അദ്ദേഹം ക്രൈസ്തവരെയൊക്കെ സന്ദർശിക്കുന്നുണ്ട്, കാര്യങ്ങൾക്ക് പരമാവധി ലഘൂകരിക്കാനൊക്കെ ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ ആ നാട്ടിലെ ആളുകൾ ഇത് സമ്മതിക്കുന്നില്ല എന്നതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ പ്രദീപിന് പിന്തുണ സുനിൽകുമാർ നൽകിയിരിക്കും. സന്തോഷ് പരിപാടി പറയുന്നു, മനുവിനെ പുകഴ്ത്തുന്നവരുടെ അഭിപ്രായങ്ങൾ മാത്രം വായിക്കുന്നു എന്നാണ് പറയുന്നത്. അയ്യോ, അങ്ങനെയില്ല. പക്ഷേ ഞാൻ പലപ്പോഴും തുറന്ന് സമ്മതിച്ചിട്ടുണ്ട് സന്തോഷ്. ഞാൻ ഈ ഒരു അത്ര ദുർബല ഹൃദയനാണ്. എന്നെ ആരെങ്കിലും പുകഴ്ത്തിയാൽ ഞാനത് സന്തോഷം വരും. എന്നെ വിമർശിക്കുമ്പോഴും എനിക്ക് സന്തോഷം തന്നെ, അതിലൊരു കുഴപ്പമില്ല. അപ്പോൾ അത് എനിക്ക് സാധാരണ ഞാനും ഇപ്പോൾ ഈ ഒരു അവതാരകനെന്ന് നിൽക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഞാനും ഒരു സാധാരണ മനുഷ്യനാണല്ലോ. അപ്പോൾ ഒരാൾ നമ്മളെ പുകഴ്ത്തി എന്തെങ്കിലും പറയുമ്പോൾ നമുക്ക് സന്തോഷം തോന്നും. അപ്പോൾ സന്തോഷ് പരിപാടി പറയുന്നത് ഞാൻ എന്നെ പുകഴ്ത്തുന്നവരുടെ അഭിപ്രായം മാത്രമേ വായിക്കുള്ളൂ. അപ്പോൾ കിരൺ സൂപ്പറാണെന്ന് പറയുന്നത് ആയിക്കോട്ടെ, എനിക്ക് അതേ അഭിപ്രായം തന്നെ കേട്ടോ. സന്തോഷ് പാരിപ്പായോട് എനിക്ക് അതേ അഭിപ്രായമുള്ളൂ. അത് പറഞ്ഞത് അതാണ്, സൂപ്പറാണ്. അപ്പോൾ സന്തോഷ് പാരിപ്പായിയുടെ ആ ഒരു കമൻറ്റ് ഞാൻ വളരെയധികം അംഗീകരിക്കുന്നു. എനിക്ക് വിമർശിക്കുന്നവരെയും വലിയ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ വിമർശനവും അംഗീകരിക്കാം, പക്ഷേ ഞാൻ എൻ്റെ സത്യം തുറന്ന് സമ്മതിച്ചു, അത്രയേ ഉള്ളൂ. എനിക്ക് വേണമെങ്കിൽ പറയാം അങ്ങനെയൊന്നുമല്ല, എന്നെ പുകഴ്ത്തിയാലൊന്നും കുഴപ്പമില്ലെന്നൊക്കെ പറയാം. പക്ഷേ എനിക്ക് സ്വാഭാവികമായ എല്ലാ മനുഷ്യരെ പോലെയും പുകഴ്ത്തുന്നവരെ നമുക്ക് ഇഷ്ടപ്പെട്ടു പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഹെനൻ പറയുന്നു, സാർ ഇപ്പോൾ BJP എല്ലാവരും കുറ്റം പറയുന്നു, നല്ലതാ, കുറേ ഇതുപോലെ സംഘടനകളുണ്ട് BJP. ബട്ട് സാർ, ഇത് ആരാ പറയുന്നത്? നമ്മുടെ ബംഗ്ലാദേശ് നടക്കുന്നത് എന്താണെന്ന് അവിടുത്തെ ന്യൂനപക്ഷ ഹിന്ദു ആയതുകൊണ്ട് നോ വൺ കെയർസ് എന്ന് ഹെനൻ പറയുന്നു. ഓക്കെ, പ്രദീപ്സ് ഐഡിയോളജി ഈസ് നോട്ട് ഫിറ്റ് ഫോർ BJP. ബെറ്റർ ചേഞ്ച് ഹിസ് പാർട്ടി വിത്തൗട്ട് റിലീജിയൻ. BJP കനോട്ട് എക്സിസ്റ്റ് എന്ന് പറയുന്നു. ഓക്കെ, സിദ്ദിഖ് പറയുന്നു, ഇപ്പോൾ സംസാരിച്ച വ്യക്തി സത്യം പറഞ്ഞു, മതമാണ് പ്രശ്നത്തിന് കാരണം. സലീം VS പറയുന്നു, വർഗീയത ഇറക്കിയാൽ 4 വോട്ട് കൂടുതൽ കിട്ടുമോ എന്ന പരീക്ഷണമാണ് ഇവിടെ നടക്കുന്നത് എന്ന് പറയുന്നു. നരേന്ദ്രൻ പറയുന്നു, യേശുക്രിസ്തു പറഞ്ഞത് സ്പ്രെഡ് ദ വേൾഡ്, കൺവെർട്ട് അല്ല, ഹിന്ദുവും. ഓക്കെ, അത് ജമ്പ് ചെയ്ത് പോയി. ഓക്കെ, അപ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ കമൻറ്റ്. അപ്പോൾ വർഗീയത ഇറക്കിയാൽ 4 വോട്ട് കിട്ടുമോ എന്ന ചോദ്യം സലീം VAയും എന്നോട് ചോദിക്കുന്നു. നമ്മുടെ അടുത്ത പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നത്, ഞാൻ അതിലേക്ക് വരാം. എനിക്കൊരു ചെറിയ ഇടവേള അനിവാര്യമാണ്, ഷോർട്ട് ബ്രേക്ക്. യെസ്, അപ്പോൾ എന്നോട് ഷിജു പറയുന്നത് ഞാൻ ലോലഹൃദയൻ ആണ് അല്ലേ എന്നൊക്കെ എന്നോട് ചോദിക്കും. ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ഞാൻ എന്നെ പുകഴ്ത്തുമ്പോൾ ഞാനതിൽ വീണു പോകുന്നു. അപ്പം ഞാൻ ലോലഹൃദയനാണോ എന്ന് ചോദിക്കുന്നു. ആണല്ലേ, ആയിരിക്കും, ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നീരജ് SR സീനിയർ പ്രദീപിനോട് അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു. വിജയൻ PA പറയുന്നത്, മതം മാറുന്നത് ജനസംഖ്യ കൂട്ടാനല്ല, മഠങ്ങളിൽ പണിക്ക് ആളെ കിട്ടാത്തത് കൊണ്ടാണ് എന്ന് പറയുന്നു. അനഖ, ദി മോർ യു പ്രൈസ് ആൻഡ് സെലിബ്രേറ്റ് യുവർ ലൈഫ് ദ മോർ ദർ ഈസ് ഇൻ ലൈഫ് ടു സെലിബ്രേറ്റ്. അനഖ ഒരു ഇംഗ്ലീഷ് പണ്ഡിതയാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു വാക്കുകൾ കൊണ്ടൊരു വിസ്മയം എന്ന തരത്തിൽ ഇപ്പം ഞാനീ പറഞ്ഞ, അതായത് എന്നെ പുകഴ്ത്തുന്നതിനെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് അനഘ പറയുന്നത്, മോർ യു പ്രൈസ് ആൻഡ് സെലിബ്രേറ്റ് യുവർ ലൈഫ് ദ മോർ ദർ ഈസ് ഇൻ ലൈഫ് ടു സെലിബ്രേറ്റ്. ഇത് പൊതുവേദി പ്രേക്ഷകർക്കും ഒരു വേണമെങ്കിൽ ഒരു ആപ്തവാക്യം ആയി എടുക്കാവുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൂടുതൽ പുകഴ്ത്തലുകളും ആഘോഷങ്ങളും ഉണ്ടാകുമ്പോൾ ആ ജീവിതം തന്നെ കുറേ ഒരു ആഘോഷമായി മാറുകയാണ്. ദ മോർ ദർ ഈസ് ഇൻ ലൈഫ് ടു സെലിബ്രേറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊരു നല്ലൊരു സന്ദേശമാണ്, അത് പൊതുവേദി പ്രേക്ഷകർക്കൊക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ എന്നോടൊപ്പം ശ്രീനിവാസൻ എനിക്ക് തോന്നുന്നത് ടെലിഫോൺ ലൈനിൽ എന്തോ പറ്റി. ശ്രീ ബിനോയ് കൊല്ലത്തു നിന്നാണ് എന്നോടൊപ്പം ചേരുന്നത്. ശ്രീ ബിനോയ്, നമസ്കാരം. മനു, നമ്മുടെ മതപരിവർത്തന നിയമമാണ് വലിയ ചർച്ചാ വിഷയമാകുന്നത്. ഫേസ്ബുക്കിൽ തർക്കം വരുന്നു. ഈ കോൺഗ്രസ് ആണല്ലോ ഈ മതപരിവർത്തന നിരോധന നിയമം ആദ്യം കൊണ്ടുവന്നത്. അപ്പോൾ ശ്രീ ബിനോയ്ക്ക് എന്ത് തോന്നുന്നു, ഇപ്പോൾ അത് മാറ്റേണ്ട സമയമായോ? മനു, കോൺഗ്രസ് മതപരിവർത്തന നിയമം കൊണ്ടുവന്നുണ്ടെങ്കിൽ
ഇപ്പോൾ BJPയും ഛത്തീസ്ഗഡ് സർക്കാരും ഇട്ടിരിക്കുന്നത് പക്ഷാപാതം, അതായത് ഒരു സമൂഹത്തെ, ഒരു സമുദായത്തെ ഒന്നടങ്കം ഒതുക്കുവാൻ വേണ്ടിയാണ്. ഇന്നലെ ബഹുമാന്യനായ ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ എന്താണ് പറഞ്ഞത്? UDF MP-മാർ, ഇന്ത്യ മുന്നണിയിലെ MP-മാർ ചെന്ന് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്ന് നിങ്ങൾ കോടതിയിൽ സബ്മിറ്റ് ചെയ്തോ കുഴപ്പമില്ല, അവർക്ക് ജാമ്യം കിട്ടുമെന്ന്. അതിന്റെ അടിസ്ഥാനം സംസ്ഥാന ഗവൺമെന്റ് ജാമ്യത്തെ എതിർക്കില്ല എന്നാണ് പറഞ്ഞത്. താങ്കളുടെ ന്യൂസ് 18 ചാനലിൽ തന്നെ ഞാൻ ഇന്നലെയും ഇന്നും ഒക്കെ ന്യൂസ് കാണുന്നുണ്ട്. അപ്പോൾ ഏതൊരു ഇന്ത്യക്കാരനും, ഏതൊരു ജനാധിപത്യ മതേതര വിശ്വാസിയും വിചാരിക്കും കൃത്യമാണ്. ഇപ്പോൾ BJP സർക്കാരിന് തന്നെ മനസ്സിലായിട്ടുണ്ട് ഈ കേസ് നിലനിൽക്കില്ല. 143 സെഷൻ ഇട്ട് ആ 2 പാവം കന്യാസ്ത്രീമാരെ, അവര് വനിതകളാണ്, അവർ ക്രിസ്ത്യാനികളായതിന്റെ പേരിലാണ് അവരിന്ന് അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പൊ ഞാനൊരു കാര്യം, അതാ ഞാൻ ചോദിക്കുന്നത്, ഈ അങ്ങയുടെ അവിടുത്തെ കോൺഗ്രസ് അധ്യക്ഷനുണ്ടല്ലോ ദീപക് ബൈജ്, എന്താണ് ഈ പ്രതിഷേധത്തിലൊന്നും അദ്ദേഹത്തെ കാണാത്തത്? ഉണ്ടല്ലോ, മനു ഒരു മാധ്യമ പ്രവർത്തകനല്ലേ? അല്ല, ഒരു പ്രതിഷേധം എന്ന് പറഞ്ഞാൽ ശക്തമായ ഒരു പ്രതിഷേധം അവിടെ കോൺഗ്രസ് നടത്താൻ കഴിയുന്നില്ലേ? അതേ ഒരു പ്രതികരണം നടത്തി, അതല്ലല്ലോ. അദ്ദേഹം പ്രതികരണം അല്ലല്ലോ, അദ്ദേഹമാണല്ലോ ഇപ്പോൾ കോൺഗ്രസിന്റെ ഇന്ത്യ മുന്നണിയിലെ MP-മാരെ എല്ലാം ഏകീകരിച്ചു കൊണ്ടുവന്ന് കഴിഞ്ഞ ദിവസം അവിടെ ജയിലിന്റെ മുന്നിൽ നിന്നും അദ്ദേഹമാണല്ലോ പത്രക്കാരോട് സംസാരിക്കുന്നത്. പ്രതികരണം, അതാ ഞാൻ പറഞ്ഞു, സംസ്ഥാനത്ത് ഒരു പ്രതിഷേധം കോൺഗ്രസിന്റെ ഭാഗമായി പ്രതികരണം നടത്തുമ്പോ ഞാനൊന്ന് പറഞ്ഞു, അത് ടിവിയെ കാണിക്കാൻ വേണ്ടി ഒരു പ്രതികരണം നടത്തിയെന്ന് ഞാൻ ഒരു ശക്തമായി ഇപ്പൊ ഇവിടെ ഒരു പ്രതിഷേധം നടത്തുകയെന്ന് വെച്ചാൽ ശക്തമായി ഛത്തീസ്ഗഡിൽ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കേണ്ടത്. ഇതാ ഇങ്ങനെ പാവപ്പെട്ട 2 കന്യാസ്ത്രീകളെ ഇതുപോലെ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് കോൺഗ്രസ് തെരുവിൽ ഇറങ്ങുന്നില്ലല്ലോ. ബജ്രംഗ് ദൾ പ്രവർത്തകരെ കണ്ടോ? അവർ തെരുവിൽ ഇറങ്ങുന്നു, ഇവരെ അറസ്റ്റ് ചെയ്യണം. കോൺഗ്രസ് തെരുവിൽ ഇറങ്ങുന്നുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം പറയാം, ഇപ്പൊ നയപരമായിട്ട് ഈ കോൺഗ്രസ് ഇപ്പോൾ ചെയ്യുന്നത് ഇത് ഊതി പെരുപ്പിക്കുവാനല്ല, ഇത് നയപരമായിട്ട് ആ 2 പ്രായമായ പ്രിയപ്പെട്ട സഹോദരിമാരെ ഏതെങ്കിലും രീതിയിൽ നമ്മൾ ഒരു സമവായം ഉണ്ടാക്കി അവരെ പുറത്ത് കൊണ്ടുവരാനാണ് നോക്കുന്നത്. അല്ലാതെ ഇപ്പൊ റോഡിൽ കടന്ന് അവിടെ ഒരു പ്രതിഷേധം, കോടതിയെ വെല്ലുവിളിക്കാനൊന്നും കോൺഗ്രസ് ഒരിക്കലും ഇന്ത്യയിൽ നിന്നിട്ടില്ല. അങ്ങ് പറയുന്നത് കോടതിയല്ലല്ലോ, ഇതിൽ ഉത്തരവാദി പോലീസല്ലേ, പോലീസ് ഭരിക്കുന്ന സർക്കാരിന്റെ അല്ലേ? അപ്പൊ ഇവിടെയൊക്കെ നമ്മുടെ കോൺഗ്രസ് പ്രവർത്തകർ കേരളത്തിലൊക്കെ പ്രതിഷേധിക്കുന്ന കാണുന്നില്ലേ? അവർ ഈ നമ്മുടെ വരുണ്ട മുന്നിലൊക്കെ നിന്ന് ഐതിഹാസികമായ ഒരു സമരം നടത്തുന്ന എത്രയോ കാഴ്ചകൾ നമ്മൾ കാണുന്നില്ലേ? എന്താണ് ഛത്തീസ്ഗഡിൽ ഇതൊന്നും ഇല്ലേ? യൂത്ത് കോൺഗ്രസ് കേരളം എന്ന് പറയുന്നത് സെൻസിറ്റീവായിട്ട് നമ്മൾ ഏതൊരു വിഷയം വന്നാലും, അമേരിക്കയില് ഒരു കുപ്പി വെള്ളത്തിന് വില കൂടിയാലും നമ്മൾ കേരളത്തിൽ അതിൽ പ്രതിഷേധ പ്രകടനം നടത്തിയിരിക്കും. അത് ഒരു കേരളീയന്റെ മാനസിക അവസ്ഥയാണ്. ലോകത്തെല്ലായിടത്തും ഏതെങ്കിലും ഒരു വിഷയം വരുമ്പോൾ കേരളീയൻ അത് പ്രതികരിക്കും. പക്ഷെ ഛത്തീസ്ഗഡിലെ നമ്മുടെ അവിടുത്തെ PCC പ്രസിഡന്റ് ശക്തമായി ഇപ്പോൾ ഇടപെടുന്നു. ഇന്നലെ പ്രേമേന്ദ്രന്റെ പ്രസ്താവനയിൽ അദ്ദേഹം പറയുന്നുണ്ടല്ലോ, ഇവിടുത്തെ PCC പ്രസിഡന്റാണ് ഞങ്ങൾക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത്. അതിന്റെ അർത്ഥം കോൺഗ്രസ് കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ പ്രവർത്തകരെ വിട്ട് അവിടെ അവരെ ബലിയാടാക്കാനൊന്നും കോൺഗ്രസ് എക്കാലത്തും ഒരിക്കലും നിന്നിട്ടുമില്ല, അതിന് തുനിയത്തുമില്ല. അതുകൊണ്ടാണല്ലോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടാക്കിയ ഈ രാജ്യവും ഈ നാടും ഈ നിയമവും ഒക്കെ BJP തിരുത്തി എഴുതാൻ നോക്കുമ്പോൾ ഞങ്ങൾ എപ്പോഴും ഞങ്ങളെ ബൂത്തിലുള്ള നേതാക്കന്മാർ മുതൽ AICCയിലുള്ള നേതാക്കന്മാർ വരെ ശക്തമായി പ്രതികരിക്കുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് മനു, ഒരു കാര്യം പറയാം, PCC ഇതിന്റെ പിന്നിലുണ്ട്. വരും ദിവസങ്ങളിൽ അവർക്ക് ജാമ്യം ലഭിച്ചതിന് ശേഷം അടുത്ത നടപടിയും അടുത്ത സമരവുമായി മുന്നോട്ട് പോകും. ജാമ്യത്തിനെ ഏതെങ്കിലും തരത്തിൽ ഛത്തീസ്ഗഡിൽ ബാധിക്കുമെന്നുള്ളത് കൊണ്ടാകാം ചിലപ്പോൾ പ്രതിഷേധ പ്രകടനങ്ങൾ ലിമിറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഇനി കോടതിയിൽ തന്നെ പറയാൻ പറ്റൂ, സംസ്ഥാന ഗവൺമെന്റിനോട് പറയാം, BJP ഭരിക്കുന്ന സംസ്ഥാനത്ത് നീതിയും ന്യായവും ഒന്നും ന്യൂനപക്ഷങ്ങൾക്ക് കിട്ടത്തില്ല, ഒരിക്കലും കിട്ടത്തില്ല. BJP ഭരിക്കുന്നിടത്ത് നീതിയും ന്യായവും കിട്ടത്തില്ല. സമയം അതിക്രമിച്ചുകൊണ്ടാണ് നമ്മുടെ സ്ഥിരം പ്രേക്ഷകരാണ്, നമുക്ക് സ്ഥിരം സംസാരിക്കാം. ഒരു ലാസ്റ്റ് കോളർ ശിവകുമാർ, വളരെ ചുരുങ്ങിയ വാക്കുകൾ, നമ്മുടെ സമയം അവസാനിക്കാറായതുകൊണ്ടാണ്. ശിവകുമാർ പാലക്കാട്. ശ്രീ ശിവകുമാർ പാലക്കാട്, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ശിവകുമാറേ, പാലക്കാട് നിന്നാണ് ഞാൻ പറയണത്. ചുരുക്കി സംസാരിക്കാം സാറേ. അതെ, പാലക്കാട് എവിടെ നിന്നാണ് വിളിക്കുന്നത്? നമ്മുടെ ഈ ചാനലില്. പാലക്കാട് എവിടെ നിന്നാണ് താങ്കൾ വിളിക്കുന്നത്? കൊല്ലംകോട്ട്. കൊല്ലംകോട്. ഈ ചാനലിൽ തന്നെ പറഞ്ഞത് കേട്ടു. ആ സ്ഥലത്ത് ഹലോ ഈ സ്ഥലത്ത് നക്സലുകളുടെ ഏരിയ ആണെന്നും അത് ബസ്തർ മേഖല നമുക്കെല്ലാം അറിയുന്നതാണല്ലോ, ഛത്തീസ്ഗഡിൽ പോയവർക്കറിയാം.
ബസ്തർ മേഖല, ആ നാരായണപുരം ജില്ല, മേഖലകളിൽ പ്രത്യേകിച്ച് പോലീസുകാർക്ക് ദുർഗ് പിന്തുണയ്ക്ക് ഇതിനോട് അടുത്ത് കിടക്കുന്ന എത്തിച്ചേർക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ. മേഖലകൾ പാലക്കാട് നിന്നുള്ള അല്ലെങ്കിൽ കേരളത്തിൽ നിന്നുള്ള 2 കന്യാസ്ത്രീകള്, പാവങ്ങളായ കന്യാസ്ത്രീകള് അവിടെ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. അവിടെ ആധാറും അഡ്രസ്സൊന്നും ഇല്ലാത്ത ആൾക്കാരാണെന്നാണ് മാധ്യമങ്ങളിലൂടെ അറിയാൻ പറ്റിയത്. അപ്പൊ അവിടെ അവരെങ്ങനെ എത്തിയെന്നാണ് അല്ലേ? അപ്പോ അവർക്ക് ഇന്ത്യൻ പൗരന്മാരാകാൻ വേണ്ടിയിട്ട് ആധാറും അല്ലെങ്കിൽ റേഷൻ കാർഡോ ഐഡന്റിറ്റി കാർഡൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ സർക്കാർ, അത് കോൺഗ്രസ് ആയാലും ശരി, BJP ആയാലും ശരി, ഏത് സർക്കാരായാലും ശരി, അത് ചെയ്തു കൊടുക്കണം എന്നാണ് എന്റെ അഭിപ്രായം. ഓക്കെ, വ്യക്തമാണ്. ഏതായാലും ശക്തിമാൻ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയെ പിന്തുണയ്ക്കുന്നു, ഛത്തീസ്ഗഡ് BJPയെ പിന്തുണയ്ക്കുന്നു, ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയെ പിന്തുണയ്ക്കുന്നു. ശക്തിമാൻ ജയ് BHP, ജയ് ബജ്രംഗൾ എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ ശക്തിമാൻ, ഏതായാലും നമുക്ക് പൊതുവേദി ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ്. അതിനു മുമ്പ് യൂട്യൂബിൽ ഈ വിഷയം നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ച ചെയ്തിരുന്നു. അതിൽ നമ്മൾ പ്രധാനമായി ചോദിച്ചത് മതപരിവർത്തനത്തിൻ്റെ നിരോധന നിയമം പിൻവലിക്കണമെന്നാണ്. 48% ആളുകൾ അത് പിൻവലിക്കണമെന്ന നിലപാടെടുക്കുന്നു, 52% ആളുകൾ അത് തുടരണം എന്ന നിലപാടാണ്. ഏതായാലും പൊതുവേദി ഇന്ന് ഇവിടെ സമാപിക്കുകയാണ്. നാളെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.